ഐ ലവ് യു എന്നുള്ളത് പറയണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ്. ശരത്തേട്ടനെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എഫേർട്ടും ഇടാറില്ല. ഗുഡ് മോർണിംഗ്, ഐ ലവ് യു എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിലും പണ്ട് ആരോ കൈ നോക്കി പറഞ്ഞു പോലെ ഒരു ആർട്ടിസ്റ്റിനെ കല്യാണം കഴിക്കും. ശരത്തേട്ടൻ പറഞ്ഞു വരയ്ക്കുന്ന പെമ്പിള്ളേരൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു, അത് എനിക്കുള്ളതാണോ എന്ന് നോക്കുമായിരുന്നു. അങ്ങനെ മാത്രം കലയോട് ബന്ധമുള്ള ഒരാളാണ്. എന്താണ് മൂന്ന് എന്നുള്ള ഒരു പ്രേക്ഷകരുടെ ആ ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു എക്സൈറ്റ്മെന്റ് എന്നിലുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നോക്കാൻ പറ്റിയിരുന്നില്ല. ചിലപ്പോൾ ചോദിച്ചാൽ സാറ് സമ്മതിക്കുമായിരുന്നായിരിക്കാം ജിത്തു സർ. പക്ഷെ ഞാൻ അങ്ങനെ നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. കന്നഡത്തിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പി വാസു സാറായിരുന്നു സംവിധായകൻ. സാറിനോട് ചോദിച്ചു, സാറ് ഞാനൊന്ന് അവിടെ ചെന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിക്കോട്ടെ അയാളെ. നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കന്നഡത്തിൽ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്ന് നമുക്ക് സെക്കൻഡ് വരുമോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ രജനീഷും ഇത്രയും സിനിമ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതാണ്. ഞാൻ രജനീഷിന്റെ ഇന്റർവ്യൂ കാണുമ്പം പല സമയത്ത് ഞാൻ ജോർജ് ഊട്ടി ആലോചിക്കാറുണ്ട്. മൈന്യൂട്ടുള്ള കാര്യങ്ങൾ പല സിറ്റുവേഷനിൽ ഓർത്തോർത്ത് പറയുന്നത് ജോർജ് ഊട്ടി പറയുമ്പോൾ പറയുന്ന ഒരാളാണ് രജനീഷ്. ജോർജ് ഊട്ടി ആവാനുള്ള സാധ്യത വേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. ഇല്ല, ഞാനില്ല കേട്ടാ. എന്റെ ചേട്ടൻ എന്നിലൂടെ ഓരോ നിമിഷവും ജീവിക്കുന്നു. പോയി എന്നല്ല, ഞാനിപ്പോഴും ഇവിടെയുണ്ട്. ഈ വീടിന് എൻ്റെ ചേട്ടൻ്റെ പേരാണ്. ഈ വീട് ചേട്ടൻ പോയ ശേഷമാണ് ഈ വീട് ഹൗസ് വാമിങ്. ഈ വീടിന് ബാലഗോകുലം, ബാലുവിൻ്റെ വീട് ബാലഗോകുലം. സോ അങ്ങനെ എല്ലായിടത്തും ദി ആർ ലിവിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അവരെവിടെയും പോയിട്ടില്ല, എൻ്റെ കൂടെയാണ്. അത് ഞാൻ എന്നെ സ്വയം സമാധാനിപ്പിക്കുന്നത്. അപ്പോൾ ഒരാൾ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിനെയും കൂടെ രണ്ടാമത്തെ ആളിൽ കണ്ടിരുന്നു. അങ്ങനെയായിരുന്നു. വേണുചേട്ടൻ പോയപ്പോൾ ഞാൻ വാൾട്ടണിലാണ് ഞാൻ കണ്ടിരുന്നത്. രണ്ടാമത്തെ ആളും കൂടെ വിട്ടു പോയപ്പോൾ ഞാൻ അമ്മയെ സമാധാനിപ്പിക്കപ്പോഴും തമാശയ്ക്കാണെങ്കിൽ ഞാൻ അമ്മയോട്, അമ്മ നമ്മളെല്ലാം ക്യൂലാണ്, നമ്മളെല്ലാം ക്യൂലാണ്, നമ്മളെല്ലാവരും പോവും. അമ്മ പഠിപ്പിച്ചത് അഗ്നിക്ക് ചുറ്റും വലം വെച്ച് പ്രാർത്ഥിച്ച് അഗ്നിയിലേക്ക് ചാടുക എന്നുള്ളതാണ്. സോ ഞാൻ ഓൾവേസ് അത് പ്രാർത്ഥിച്ച ശേഷം ഞാൻ ശ്രീരാമനെ ഒന്ന് നോക്കാറുണ്ട്. നോക്കുന്നത് ഹൗ കുഡ് യു, ഹൗ ഡെയർ എന്നുള്ളതാണ്. സോ ഞാൻ അമ്മയോട് പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത്രയും സ്നേഹിച്ച് ഇത്രയും പതിവ്രതയായിരുന്ന, അല്ലെങ്കിൽ ഇത്രയും ഒരു പുരുഷൻ എന്ന രീതിയിൽ എല്ലാവരും പറയുന്ന താങ്കൾ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ എന്നെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചില്ലല്ലോ എന്ന ചിതയിലേക്ക് കാലെടുക്കുമ്പോൾ അത് ഞാനെന്ന സ്ത്രീ നോക്കി പോകുന്നതാണ്. ഞാൻ നടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവള് മനസ്സിലാക്കിയല്ലോ. അതാണ് ആക്ടിങ് പോലും. ആശകൾ 1000 എന്ന പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി ആശാ ശരത്താണ് നമുക്കപ്പോൾ ഉള്ളത്. ശാശ കൊള്ളല്ലേ? നമസ്കാരം. അതുപോട്ടെ, ഈ ശരിക്കും പ്രൊഫസർ ജയന്തി, പിന്നെ നമ്മുടെ ഗീതാ പ്രഭാകർ, ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നതിലൊരു രസവും ഹർഷവും ഉണ്ട്. ചില സമയത്ത് ഇത്തരം വിളിപ്പേരുകൾ ഒരു ബാധ്യതയാവാറുണ്ടോ? ഇല്ല, നമ്മൾ ചെയ്ത ക്യാരക്ടേഴ്സിനെ കുറിച്ച് നമ്മളെ ആലോചിക്കുമ്പം സന്തോഷമാണ് തോന്നാറില്ല. ഈ ആശകൾ 1000 ജയറാമേട്ടൻ്റെ കൂടെയാണ്. ജയറാമേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് തെലുങ്കിൽ പോയിട്ട് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ ജയറാമേട്ടനും മകനും കൂടെയൊക്കെ വരുന്ന പിശാരടിയുണ്ട്. അപ്പം എല്ലാ നമ്മുടെ കോമ്പോസ് ഒക്കെയുള്ള ഒരു പടമായിരിക്കും എന്നാണ് വിശ്വസിക്കണേ. എന്താണ് സിനിമ്? ഒരു ടീച്ചർ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊരു കുടുംബമുള്ള ഒരു കുടുംബപരമായിട്ടുള്ള, അതായത് ഒരു അച്ഛൻ ഹരിഹരൻ, ആശ, ഞാനും ആശയാണ് അതിലും ആശയാണ്. ആശ, 2 മക്കൾ, അങ്ങനെ ഒരു കുടുംബമാണ്. 2 ജനറേഷൻസ് അല്ലേ, അച്ഛനും അമ്മയുടെ ജനറേഷനും മക്കളുടെ ജനറേഷനും, അങ്ങനെയുള്ള 2 ജനറേഷനും ഒരുമിച്ചിട്ടുള്ള ഒരു വൈബ് എങ്ങനെയായിരിക്കുന്നത് നമുക്ക് എല്ലാവരും നമ്മുടെയൊക്കെ വീടുകളിലുള്ളതാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ജെൻസി കിഡ്സ് ആയിട്ടുള്ള മക്കളും എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് 2 മക്കൾ ആ ഒരു പ്രായത്തിലുള്ളവരാണ്. അത് അച്ഛനമ്മമാർ, ഇവരുടെയൊക്കെ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും, ഇവരുടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവരുടെയൊക്കെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള മോഹങ്ങൾ, ആശകളല്ലേ, ആശകൾ 1000. അപ്പോൾ ആ ആശകൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ പറയുന്ന ഒരു കൊച്ചു സിനിമ. എല്ലാവരുടെ മനസ്സും എവിടെയെങ്കിലുമൊക്കെ തൊട്ടു പോകാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. ഐ ക്യാൻ റിലേറ്റ്, യു ക്യാൻ റിലേറ്റ്, അങ്ങനെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമ. നിങ്ങൾക്ക് എല്ലാം മനസ്സിലായിട്ടില്ല എന്ന് എനിക്കറിയാം. ഫിലിം പ്രൊമോഷൻസ് എപ്പോഴും ഇങ്ങനെയാണല്ലേ, നമുക്ക് ഈ കഥയുടെ പരിസരങ്ങളിലൂടെ തൊട്ടു പോകേണ്ടി വരും. പിന്നെ ഒരു ബുദ്ധിജീവി സംസാരിക്കുന്ന ഒരു ലെവലിൽ സംസാരിച്ചില്ലേ? ആണോ? ആണ്. മനസ്സിലായോന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് കാര്യം പറഞ്ഞു. എന്നാൽ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ എന്തെങ്കിലും പിടികിട്ടിയോന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായിരുന്നില്ല. അതൊക്കെ ഈ സിനിമയിലേക്കുള്ള ഈ മാറ്റം ശരിക്കും ഒരു അവതാരകയായിട്ട് ടി കെ രാജീവ് കുമാറിന്റെ ഒരു പ്രോഗ്രാമിൽ വന്നപ്പോഴാണ് ഈ ട്വിസ്റ്റ് സംഭവിക്കുന്നതെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. കല്യാണത്തിന് ശേഷം അത് ശരിക്കും ആക്സിഡന്റലി സംഭവിച്ചത് തന്നെയാണോ? വളരെ ആക്സിഡന്റലി സംഭവിച്ചതാണ്. അതിനു മുമ്പ് റേഡിയോ അവതാരകയായിരുന്നു. റേഡിയോ ഏഷ്യയിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിലുണ്ടായിരുന്ന സമയത്ത് ഞാൻ ദൂരദർശന് വേണ്ടി, ഏഷ്യനെറ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രോഗ്രാംസ്
അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സന്തൂർ നിത്യപ്രിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഉണ്ടാവുമല്ലോ, വീക്ക്ലി വൺസ് പ്രോഗ്രാം. അത് പ്രോഗ്രാംസ് ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട് ആ കാലത്ത്, 1992-93 കാലഘട്ടത്തിലൊക്കെ. അത് കഴിഞ്ഞ് അവിടെ പോയി അങ്ങനെ സ്റ്റേജ് ഷോസ് ഒന്നും ആങ്കർ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. റേഡിയോയിൽ കുറച്ച് പരിപാടികളൊക്കെ അവതരിപ്പിക്കുമായിരുന്നു. അതായിരുന്നു നമ്മുടെ ജോലി. മലയാളത്തിൽ മാത്രം സംസാരിക്കുന്ന റേഡിയോ ആയിരുന്നു. ഇംഗ്ലീഷ് വാക്കുകൾ വരാൻ പാടില്ല. രാമേന്ദ്രൻ സാർ ഉണ്ടല്ലോ, വാർത്തകൾ വായിക്കുന്നു സാറാണ് ഞങ്ങളുടെ ട്രെയിനർ. സാർ ഉണ്ടായിരുന്നു അവിടെ. സാർ അവിടെ വാർത്തകൾ വായിക്കുന്നുണ്ടായിരുന്നു. സാറാണ് എങ്ങനെയാണ് സംസാരിക്കണം എന്നൊക്കെ പഠിപ്പിച്ചത്. റേഡിയോ ആയിട്ടൊന്നും ഒരു ബന്ധമില്ലായിരുന്നു ആ കാലത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ശീലം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് പ്രോഗ്രാമിന് ആങ്കർ ചെയ്യാൻ വന്ന കുട്ടിക്ക് പെട്ടെന്ന് മലയാളം അങ്ങ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു ടെൻഷൻ വന്നു. സംസാരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് മലയാളം അങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. ഞാൻ ബാക്ക് സ്റ്റേജിൽ എൻ്റെ കുട്ടികളായിരുന്നു പ്രോഗ്രാം ചെയ്തിരുന്നത്. ഞാനൊരു ഡാൻസ് ടീച്ചറായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷൻ വന്നപ്പം സാറാണ് എൻ്റെ ഒരു സ്ക്രിപ്റ്റ് വന്നിട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാറേ, ഇല്ല ഞാൻ പറഞ്ഞോളൂ, ആശ ചെയ്തോളൂ എന്ന് പറഞ്ഞ് സാറിനെ ഒരു നർത്തകിയായിട്ടും അധ്യാപികയായിട്ടൊക്കെ അറിയായിരുന്നു. അങ്ങനെ സാറിൻ്റെ ധൈര്യത്തിൽ കയറി അങ്ങനെ അതിലൂടെ ഒരു ഷോർട്ട് ഫിലിമിലെത്തി. പിന്നെ കുങ്കുമപ്പൂ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കുങ്കുമപ്പൂവിൽ തന്നെ 30-40 എപ്പിസോഡ് അഭിനയിക്കാൻ പോയിട്ട് 880 സംതിങ് എപ്പിസോഡ്സ് ചെയ്തു. അത് ഭയങ്കര ഒരു ചരിത്രമല്ലേ? അതെ. കുറച്ച് എപ്പിസോഡ് മാത്രം ചെയ്യാന്നുള്ള പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം എല്ലാ മാസവും ദുബായിൽ നിന്ന് വന്ന് പോകാമെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു. അപ്പം കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ കഥാപാത്രം മരിച്ചു പോകുമായിരുന്നു ആദ്യമേ. അപ്പം ഉണ്ടാവില്ല എന്നുള്ളൊരു കൊല്ലാൻ തോന്നി. അത് എങ്ങനെയോ ഒരു ഭാഗ്യം, അവരുടെ ഭാഗ്യമാണോ അല്ല എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ ആ കഥാപാത്രം മുമ്പോട്ട് പോയിട്ടാണ് ജയന്തി ടീച്ചർ ഇങ്ങനെ ഇത്ര ജീവിച്ചത്. ഇപ്പോഴും ജീവിക്കുന്നത്. കാരണം ദൃശ്യം ഇത്രയും ഹിറ്റായിട്ടും ദൃശ്യത്തിൽ ഒരുപാട് ഈ പറയുന്ന കന്നഡയും തമിഴും ഒക്കെ ഇറങ്ങിയതിന് ശേഷവും നമ്മൾ ഗീതാ പ്രഭാകർക്കൊപ്പം തന്നെ ജയന്തി ടീച്ചർ ഓർക്കുന്നുണ്ട്. ഇപ്പൊ പലരും വന്ന് ഇപ്പോഴും കെട്ടിപ്പിടിക്കാറുണ്ടെന്ന്. അതെ, ഇപ്പോഴും കെട്ടിപ്പിടിക്കാറുണ്ട്. എപ്പോഴും പെർഫോമൻസസിന് പോകുമ്പം ഏറ്റവും കൂടുതൽ പബ്ലിക്കിൽ നമ്മൾ സംസാരിക്കുമല്ലോ. കളിച്ച് കഴിയുമ്പോൾ കളിക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്യാൻ പോകുന്ന ഐറ്റം എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടാണ് കളിക്കുക. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ് കഥയെന്നോ അല്ലെങ്കിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. പറയുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്താ വെച്ചാൽ എല്ലാവർക്കും സന്തോഷം. നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ സന്തോഷം. പ്രൊഫസർ ജയന്തിയായിട്ട് എന്നെ സ്നേഹിച്ചെന്ന് പറയുമ്പോഴേ ആൾക്കാരുടെ ഒരു സ്നേഹം, കയ്യടി. കാര്യം കുടുംബ പ്രേക്ഷകർക്ക് എപ്പോഴും ടെലിവിഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പവർ നമുക്ക് അപ്പോഴാണ് മനസ്സിലാവുക. ജയന്തി ടീച്ചർ പോയിട്ട് ഇപ്പം എത്ര 10-15 വർഷമായി. എപ്പോഴും ടീച്ചറെ ഓർക്കുന്നു എന്ന് പറയുന്നത് പറയാൻ പറ്റാത്തൊരു സന്തോഷത്തിന് കാരണമാണ്. പക്ഷെ ആ ഘട്ടത്തിൽ ചിലപ്പം നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഈ ചരിത്രം ഇങ്ങനെയാണ്. ഇത്ര വർഷം ഓർത്തിരിക്കുന്നൊന്നും ആലോചിച്ചില്ല. പക്ഷെ ജയന്തി ടീച്ചർ ഇഷ്ടമായിരുന്നു എന്ന്. ജയന്തി ടീച്ചർ ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ലേഡി ആയിരുന്നു. ഭയങ്കര അരോഗൻ്റ് ആയിട്ടുള്ള ലേഡി. അവരെയൊക്കെ ഇഷ്ടപ്പെടുക എന്നുള്ളത് നമുക്ക് പോലും ഇഷ്ടപ്പെടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ആൾക്കാരുടെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അതെ. ഈ ഗീതാ പ്രഭാകറിലേക്ക് എത്തുമ്പോൾ ഈ പോലീസ് വേഷങ്ങളുടെ ടോപ്പാണ്. ഒരു പെണ്ണ് ഇനി പോലീസ് വേഷം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന പോലീസ് വേഷമായി മാറുക. കാരണം സിനിമ അത്രയും ലോകം മുഴുവനും കീഴടക്കി കഴിഞ്ഞു. ഈ ഗീതാ പ്രഭാകർ സത്യത്തിൽ പല സ്വപ്നങ്ങളിലും വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ് ആ സിനിമ പോയത്. ഗീതാ പ്രഭാകറിനെ വീണ്ടും വീണ്ടും കാണുന്ന സമയത്ത് ഇവിടെ നന്നാക്കാമായിരുന്നു, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ആക്കാമായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഇതൊരു ചരിത്രത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പുറത്തേക്കൊക്കെ പോകുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് സ്വയം വരുത്തിയത്? സംവിധായകർക്കൊരു വിഷൻ ഉണ്ടാവും, അതുമായിട്ട് കോറിലേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഒരു പടം ഹിറ്റായി നിൽക്കുന്നതുകൊണ്ട് ഇതിന് മീതെ ചെയ്യേണ്ട ഒരു ആവശ്യം ആയിട്ടോ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തോട്ട് അന്ന് വന്നിട്ടുണ്ടായിരുന്നു? തമിഴ് ചെയ്തത് ജിത്തു സാറ് തന്നെയാണ്. സെയിം ടീമാണ്. ക്രൂ ആക്ടേഴ്സ് മാത്രമായിരുന്നു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് എന്താണ് ഇവിടെ ചെയ്ത് ചില സീൻസ് നമുക്ക് അവിടെ നന്നാക്കാമായിരുന്നു എന്നൊക്കെ എപ്പോഴും ഏത് സിനിമയും തോന്നും. ഈ ഒരു സിനിമയല്ല, ഏത് സിനിമയും ഈവൻ സ്റ്റേജ് ആണെങ്കിൽ കൂടെ നമുക്ക് ചെന്ന് കളിച്ച് ശരിയായില്ല എന്ന് തോന്നുന്ന പോലെ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ചെയ്യാമായിരുന്നു തോന്നുന്ന സിറ്റുവേഷൻസൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ കുറച്ചുകൂടെ നമുക്കിങ്ങനെ ഒരു ഇമോഷണൽ ആവണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ദൃശ്യം കന്നഡ ചെയ്യുന്ന സമയത്ത് എനിക്കെപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു ക്ലൈമാക്സിൽ ഒന്ന് ലാലേട്ടൻ സംസാരിച്ചിട്ട് ഇവർ പോവുമല്ലോ, ഗീതാ പ്രഭാകറും കൂടെ പോകുന്ന സമയത്ത് നിങ്ങളുടെ മകനെ ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറയുമ്പം ഇവർ താഴത്ത് നോക്കിയിട്ട് പോവുകയാണ്. അങ്ങനെ ഒരു അമ്മ പോകുമ്പോഴേ, അമ്മയും പോലീസുമാണ്, പോലീസ് എന്നുള്ളത് ഡിഫറെൻറ്റ്, പക്ഷെ അമ്മ പോകുമ്പോൾ അമ്മ അയാളെ ഒന്ന് നോക്കി പോവില്ലേ, ഹൗ ഡെയർ യു കുഡ് ഡു ദിസ് ടു മൈ ചൈൽഡ് എന്നുള്ള രീതിയിൽ. അങ്ങനെ എനിക്ക് നോക്കാൻ പറ്റിയിരുന്നില്ല. ചിലപ്പോൾ ചോദിച്ചാൽ സാറ് സമ്മതിക്കുമായിരുന്നായിരിക്കാം ജിത്തു സാർ. പക്ഷെ ഞാൻ അങ്ങനെ നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. കന്നഡത്തിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ പി വാസു സാറായിരുന്നു സംവിധായകൻ. സാറിനോട് ചോദിച്ചു, സാറ് ഞാനൊന്ന് അവിടെ ചെന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിക്കോട്ടെ, അയാളെ ഒന്ന് നോക്കിക്കോട്ടെ. നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കന്നഡത്തിൽ ഞാൻ അവിടെ പോയിട്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അന്ന് നമുക്ക് സെക്കൻഡ് വരുമോ എന്നൊന്നും അറിയില്ല.
പക്ഷെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഉം. ഞാൻ തിരിച്ചു വരും എന്നുള്ളൊരു നോട്ടം വന്നു ആയിരുന്നില്ല എന്ന് ചിന്തിച്ചത്. എങ്ങനെയാണ് എൻ്റെ മകനോട് ഓക്കെ മകൻ ചീത്തയുമായിരിക്കാം, പക്ഷെ ഒരു അമ്മയോട് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനെങ്കിലും ഒരു ധൈര്യം എങ്ങനെ വന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചില ചില കാര്യങ്ങൾ കുറേ കാലം നമ്മൾ എന്തായാലും ഈ സ്പൂഫ് എന്നുള്ള ഏരിയയിൽ നിന്ന് ഈ ദൃശ്യത്തിൻ്റെ പല വേർഷൻസ് നമ്മൾ സംസാരിക്കും. തേർഡിലേക്ക് എത്തുമ്പോൾ തേർഡ് സംഭവിക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടായിരുന്നു, പക്ഷെ തേർഡ് സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് ഭയങ്കര ഹർഷമാണ്, എന്തായിരിക്കും എന്നുള്ളൊരു സാധനം കേൾക്കുമ്പോൾ. ഇല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവണമെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ട് അതിൽ കൂടെ സഞ്ചരിക്കുമ്പം എന്താണ് തേർഡ് എന്ന് പറയുന്ന ഒരു സാധനം എക്സൈറ്റ് ചെയ്തത്? എല്ലാ പ്രേക്ഷകരെയും പോലെ എനിക്കും ഭയങ്കര ഒരു 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 എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്തായിരിക്കാം മൂന്നിലേക്ക് പോവാം, മൂന്നിലേക്ക് പോവാം. 3 പോകുമെന്നൊന്നും ഒരു ഐഡിയയും ഇല്ലായിരുന്നു. സെക്കൻഡ് എങ്ങനെ പോകുന്നതനുസരിച്ചിട്ടാണ് 3ലേക്ക് പോകുന്നത്. ആ ഫുൾ എക്സൈറ്റ്മെന്റിലാണ് ഞാൻ 3 ചെയ്തത്. 3ലേക്ക് എത്തിയതും സംസാരിക്കുന്നതും ആ കഥ കേൾക്കുമ്പം ഗീതാ പ്രഭാകരൻ എന്താവുന്നു, അല്ലെങ്കിൽ എനിക്കെന്താണോ അങ്ങനെയല്ല ഞാൻ ചിന്തിച്ചത്, എന്താണ് 3 എന്നുള്ള ഒരു പ്രേക്ഷകരുടെ ആ ഒരു വ്യൂ പോയിന്റിലാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫുൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എന്നിലുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ കിട്ടിയോ? എന്താണ് ശരിക്കും അങ്ങനെ ചോദിക്കാൻ പാടില്ലെങ്കിലും ചോദിക്കാം. 3 എന്തായാലും എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അല്ല അതെ, അങ്ങനെ ചെയ്യുള്ളൂ, കാരണം 3 അല്ലേ. അതെ, ആയിരിക്കണം. ആൻഡ് ഓഫ് കോഴ്സ് ഒരു അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കരങ്ങളിലല്ലേ സ്ക്രിപ്റ്റ് ഇരിക്കുന്നതും ഡയറക്ഷൻ ഇരിക്കുന്നതും ആൻഡ് ജോർജ് കുട്ടി ഉള്ളതും ഒക്കെ. സോ നമുക്ക് April 2 വരെ വെയിറ്റ് ചെയ്യാം. ജോർജ് കുട്ടി ഒരു അസാധ്യ ഒരു സംഗതിയല്ലേ. പിന്നല്ലേ, ആ പേരൊരു മലയാള സിനിമയുടെ ചരിത്രമായി മാറി. പിന്നല്ലേ. ഗീതാ പ്രഭാകരം അതെ, കാരണം ഈ കോംബോ ആണല്ലോ ഇത്. ഇതിനകത്ത് കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള ഈ ബുദ്ധി എത്രത്തോളം ഗ്രാവിറ്റി കൂടുതലായിരിക്കും അതിനനുസരിച്ചാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇത്രയും കാലത്തെ ഒരു സിനിമ പരിചയം എന്ന് വെച്ചാൽ സിനിമ കണ്ടുള്ള പരിചയം ആണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ രജനീഷും ഇത്രയും സിനിമ ക്ലോസ്ലി വാച്ച് ചെയ്യുന്നതാണ്. ഞാൻ രജനീഷിന്റെ ഇന്റർവ്യൂ കാണുമ്പം പല സമയത്ത് ഞാൻ ജോർജ് കുട്ടി ആലോചിക്കാറുണ്ട്. കാര്യം അങ്ങനെ ആ ഡയലോഗ് പറഞ്ഞപ്പോൾ ഇന്നിങ്ങനെ പറഞ്ഞു, പല ഇന്റർവ്യൂസിനെയും ഓരോ ഈവൻ പാട്ടുകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ, മൈന്യൂട്ടുള്ള കാര്യങ്ങൾ പല സിറ്റുവേഷനിൽ ഓർത്തോർത്ത് പറയുന്നത് ജോർജ് കുട്ടി പറയുമ്പോൾ പറയുന്ന ഒരാളാണ് രജനീഷ്. ജോർജ് കുട്ടി ആവാനുള്ള സാധ്യത വേണ്ട എന്നാണ് പറഞ്ഞു വരുന്നത്. ഇല്ല, ഞാനില്ല കേട്ടാ. നമ്മള് ഖത്തയാണ് അവസാനം സംസാരിച്ചത്. ഇപ്പൊ ഞാന് ഖത്ത മനോരമ മാക്സിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്പർ 1 ആണ്. ഈ ഞാൻ ആ സിനിമ കണ്ടിട്ട് ഈ ഖത്ത എങ്ങനെയാവും എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അന്ന് സിനിമ ഉണ്ട്. മനോജ് ഖാനയുടെ സിനിമ ആയതുകൊണ്ട് അയാൾ ചായല്യവും ഫേമസ് ആയിട്ടുള്ള അത്തരത്തിലുള്ള പടങ്ങളൊക്കെ ചെയ്തു. അതെ, അപ്പോൾ അയാൾ എങ്ങനെയായിരിക്കും ഒരു കമേഴ്സ്യൽ സിനിമ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ത്രെഡ് എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഹോണ്ട് ചെയ്തു. ഈ ഗീതാ പ്രഭാകർ എന്ന് പറയുന്നത് അമ്മയാണ്, ഖത്തയിൽ വേറൊരു അമ്മയാണ്. ആ അമ്മയ്ക്ക് എങ്ങനെയാ അത് ചെയ്യാൻ കഴിഞ്ഞതെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. എനിക്ക് സിനിമ കണ്ടിട്ടും അതിനകത്ത് കിട്ടിയിട്ടില്ല. ആ അമ്മ എങ്ങനെയായിരിക്കും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അതെങ്ങനെയാ എങ്ങനെയാ സിനിമ കണ്ടപ്പോൾ എന്താ അത് ഫീൽ ചെയ്തത്? ആ അമ്മ ഗീതാ പ്രഭാകർ എന്ന് പറഞ്ഞൊരു അമ്മ ജീവിച്ചിരുന്ന അമ്മയല്ല. അവരൊരു ഇമാജിനേഷൻ, ജിത്തു സാറിന്റെ ഇമാജിനേഷനിൽ ഉണ്ടായിരുന്ന അമ്മയാണ്. ഖെദ്ദയിലെ അമ്മ ജീവിച്ചിരുന്ന സ്ത്രീയാണ്. അതാണ് വ്യത്യാസം. ഇവരിത് ചെയ്ത സ്ത്രീയാണ്, ഇവരിത് ചെയ്തതുമാണ്, ഇവർ ജയിലിലായിരുന്ന സ്ത്രീയാണ്. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ നിന്നുള്ള ജീവിത കഥാപാത്രം എടുത്തിട്ട് ആ കഥയാണ് മനോജ് ഖാന സാർ സിനിമയാക്കിയത്. അപ്പം ഇങ്ങനൊരു അമ്മയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു വെച്ചാൽ അങ്ങനത്തെ അമ്മമാർ ഈ ലോകത്തുണ്ട്. ഇപ്പം നിത്യേന കഴിഞ്ഞിട്ടും മിനിങ്ങാന്നുകൂടി അങ്ങനെ ഒരു വാർത്ത ഞാൻ വായിച്ചിരുന്നു. സോ ഇത് വളരെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത്രയും കേരളത്തിൽ ഇത്രയും സാക്ഷരത അല്ലെങ്കിൽ ഇത്രയും വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലാത്തവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്താണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ എത്ര പേരാണ് സോഷ്യൽ മീഡിയ ഒരു പ്രണയം എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് എല്ലാം മറന്നു പോകുന്ന രീതിയിൽ ഒക്കെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു കഥാപാത്രത്തിന് ഒരു ജീവിതം വരച്ചു കാണിക്കുകയാണ് മനോജ് ഖാന ചെയ്തത്. അതിൽ ഞാൻ ചെയ്തത് ആ കഥാപാത്രത്തിനെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആ കഥാപാത്രമാണ് എന്നെ ഹോണ്ട് ചെയ്തത്. എങ്ങനെ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളത് എനിക്കിപ്പോഴും എന്നിലെ അമ്മയ്ക്ക് അത് എങ്ങനെ സഹിക്കാൻ പോലും പറ്റില്ല. നമുക്കൊരു കുഞ്ഞുവാവയ്ക്ക് നമ്മളുടെ മക്കൾക്കൊരു പനി വന്നാൽ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലൂടെ പോകുന്ന അമ്മയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെ അത് കഥാപാത്രം ചെയ്തു എന്ന് വെച്ചാൽ എങ്ങനെ അമ്മ ചെയ്തു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ആ കഥാപാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതാണ് അത് പോർട്രേ ചെയ്തത്. എൻ്റെലേക്ക് എത്തുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ അത് ഡിസ്ക്രിപ്റ്റീവ് ആവണം, ആ അമ്മയുടെ മാനസികാവസ്ഥ എന്താണെന്നുള്ള കുറച്ചുകൂടെ വ്യാഖ്യാനിച്ചു തന്നെ സംവിധായകൻ കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ആ സിനിമ കാണുന്നത്. അതെ, അവിടെ എത്തുമ്പോൾ നമുക്ക് ഗ്രാവിറ്റി കുറവാണ്. നമുക്കത് നമ്മളൊന്ന് ഇങ്ങനെ ഞെട്ടി
വന്നപ്പോഴത്തേക്കും അത് സിനിമ തീർന്നു പോയെന്നൊരു സാധനമാണ്. ഉത്തരേ അതിനകത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതേപോലൊരു സിനിമയെ തന്നെ ഉത്തരയെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഭയങ്കര സംഘർഷഭരിതമായ ഒരു സിനിമയിൽ. ഉത്തരയെ അഭിനയിപ്പിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടൊന്നുമല്ല. ഉത്തരയ്ക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ഓഫ് കോഴ്സ് മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഉത്തര ആ സമയത്ത് UK പഠിക്കുകയായിരുന്നു. അപ്പോൾ കോവിഡ് ടൈം ആയതുകൊണ്ട് നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ മനോജ് ഖന്ന സാർ എന്നോട് സ്ക്രിപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാറ് കഥ പറയാൻ വന്നപ്പോൾ, കഥ എനിക്ക് ഓൾറെഡി ഫോണിലാണ് പറഞ്ഞത് സാറ്, ഒന്ന് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി വന്നപ്പം പങ്കുവാണ് ചായ കൊണ്ടുവന്നത്. അപ്പോഴാണ് പങ്കുവിനെ കണ്ടപ്പം പങ്കുവിനോട് ചോദിച്ചാൽ അഭിനയിക്കുമോ, ഒന്ന് അഭിനയിച്ചാലോ എന്ന് ചോദിക്കും മുമ്പ് പങ്കു പറഞ്ഞു പിന്നെന്താ സാർ കഥാപാത്രം എന്താണെന്നോ, അത് അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടല്ല. ഒരു രണ്ട് കഥാപാത്രങ്ങളാകുന്നു എന്ന് മാത്രം. അതിൽ അമ്മ മകളെന്നോ, ഇപ്പം കാളിദാസ് ഇപ്പം ആശകളായിരത്തിൽ അഭിനയിച്ചു, അച്ഛൻ മകനെന്നോ, അതൊന്നും ക്യാമറയ്ക്ക് മുന്നിലില്ല. വെറും കഥാപാത്രങ്ങൾ മാത്രമാണ്. ഉത്തര എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റാണ് അവിടെ പെർഫോം ചെയ്തത്. ഞങ്ങൾ തമ്മിലുള്ള ഒരേ ഒരു ബന്ധം ഒരേ കാരവാൻ ഷെയർ ചെയ്യുന്നു, ഒരേ പാത്രത്തിൽ ഉണ്ണുന്നു എന്നുള്ളതല്ലാതെ, അല്ലെ അവളുടെ ഉടുപ്പിൽ ഞാൻ പിൻകുത്തി കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ, അവൾ വായിക്കുന്ന മലയാളം വന്ന് വായിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പങ്കുവിന്. പക്ഷെ അത് വായിക്കുന്ന ഡയലോഗ്സ് ഒന്ന് കറക്റ്റ് ചെയ്ത് മലയാളത്തിൽ വായിച്ചു കൊടുക്കുമ്പോൾ അവൾ എഴുതിയെടുക്കുന്നു എന്നല്ലാതെ, ഞാനും അമ്മയും മകളും ആ കാരവാൻ്റെ അകത്തായിരുന്നു. പുറത്ത് ഞങ്ങൾ ആയിരുന്നില്ല, കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു. സോ അതുകൊണ്ട് ഉത്തരം അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടേ ഇല്ല, കഥാപാത്രമായിട്ട് അന്നും ഇന്നും കാണുന്നുള്ളൂ. ഇടയ്ക്ക് പക്ഷേ ഒന്ന് കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള മനസ്സ് ഇങ്ങനെ വിചാരിക്കുമല്ലേ? അല്ല ഇങ്ങനെ ഡയലോഗൊക്കെ തെറ്റിപ്പോകുന്ന സമയത്തൊക്കെ ഞാൻ പതുക്കെ പറയാൻ നോക്കും, മനോജ് ഖന്ന സാർ രാശയെ വേണ്ട പറയായിരുന്നു, ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ ഞാൻ അങ്ങനെയല്ല അമ്മയാവണ്ട എന്ന് പറയായിരുന്നു. ഇവിടെ തെറ്റുമ്പോഴൊക്കെ എനിക്ക് ഡയലോഗ് പറഞ്ഞു പെട്ടെന്ന് എല്ലാം കൂടെ മലയാളത്തിൽ അത്ര ശീലമില്ലാത്തതുകൊണ്ട്, ജനിച്ചു വളർന്ന പുറത്തായതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന അത്രയും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക്. അപ്പം പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടിൽ ഞാൻ എന്നാലും ശ്രമിച്ചു. സാറ് പറയും വേണ്ട ഞാൻ പറഞ്ഞു കൊടുത്തോളാം എന്ന് പറയുമായിരുന്നു. ഈ കഥാപാത്രങ്ങളെ കുറിച്ച് ഇനിയും സംസാരിക്കാനുണ്ട്. അതിനപ്പുറത്തേക്കാണ് ഡാൻസിന് കൊടുക്കുന്ന പ്രാധാന്യവും. ഡാൻസ് സ്കൂളുകൾ ഇപ്പോൾ ദുബായിലും എനിക്ക് തോന്നുന്നു 4 സ്ഥലങ്ങളിലെങ്കിലും ഉണ്ട് ഡാൻസ് സ്കൂൾസ് ഉണ്ട്. ഡാൻസ് മാത്രമല്ല, ഇറ്റ്സ് കൾച്ചറൽ അക്കാഡമി. കൾച്ചറൽ, അതായത് കൾച്ചറൽ അക്കാഡമി എന്ന് വെച്ചാൽ കൈരളി കലാകേന്ദ്രമാണ്. കൈരളി കലാകേന്ദ്രമാണ്, കേരളമാണ് അവിടെ, കേരളമാണ്. അതിൽ നൃത്തം, സംഗീതം, വാദ്യം, ചിത്രകല എല്ലാം ഉണ്ട്. എല്ലാ കലാരൂപങ്ങളും ഒരു കേരളത്തിലെ മാത്രമല്ല ഇന്ത്യൻ കലാരൂപങ്ങൾ ആൻഡ് വെസ്റ്റേൺ കലാരൂപങ്ങൾ. അഫിലിയേറ്റ് ടു ലണ്ടൻ ട്രിനിറ്റി കോളേജാണ്. നമ്മൾ എക്സാം സെൻറ്റേഴ്സാണ്, നമ്മൾ അഫിലിയേഷൻസ് ഉണ്ട്, യൂണിവേഴ്സിറ്റി അഫിലിയേഷൻസ് ഉണ്ട്. എക്സാംസ് അവിടെ കൊടുക്കാം. ഒരു സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടീച്ചിങ് ആണ് എല്ലാത്തിനും, സംഗീതത്തിനും നൃത്തത്തിനും എല്ലാത്തിനും. സോ ഇറ്റ്സ് അക്കാഡമി. ഒരുപാട് അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ട്, കേരളത്തിലുള്ള ഒരുപാട് കലാകാരന്മാർ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് ഉണ്ട്. നമ്മൾ കുട്ടികളെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് അങ്ങനത്തെ ഒരു ഇറ്റ്സ് ആൻ ഓർഗനൈസേഷൻ ദുബായിലുള്ളത്. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായം എന്ന് പറയുന്നത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവിടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് കണ്ട് പഠിക്കണം, ഭയങ്കര രസമാണത് കാണാൻ. പക്ഷേ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും ആ കോൺസിക്വൻസസും നേരിടണം. പിന്നെ ഈ തൊഴിലാളികൾക്കൊക്കെ ശമ്പളം കൊടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെ കൃത്യമാണ്. ഇന്ന ദിവസം ശമ്പളം കൊടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ കൊടുത്തിരിക്കും. ആ ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ ശരത്തേട്ടൻ സഹായിക്കുന്നുണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ശരത്തേട്ടൻ്റെ അങ്ങനെ ഒരു സാമീപ്യവും അങ്ങനെയുള്ള കാര്യങ്ങൾ സഹായിക്കുന്നുണ്ടെന്നൊക്കെ ഉള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവരിത് കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയുണ്ട് എന്ന് പറയുമ്പോൾ 2 വർഷം ജോലി ചെയ്ത ആളാണ്. പേര് പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനൊരു സസ്പെൻസ് ഇട്ട് പറയുന്നേ ഉള്ളൂ. അപ്പോൾ പുള്ളി പറഞ്ഞ അഭിപ്രായം കേട്ടപ്പം എനിക്ക് തോന്നി ഇൻ്റലക്ച്വലി ഭയങ്കര എന്താ പറയുക, ഒരു വലിയ ആളാണ് എന്നാണ് പുള്ളി പറയാൻ ശ്രമിക്കുന്ന ഒരാൾ. ഇല്ലെങ്കിൽ അത് അത്രയും കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും കൃത്യമായിട്ട് ഈ പിരിഞ്ഞു പോയൊരു സ്റ്റാഫ് തന്നെ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത്യാവശ്യം മിടുക്കൊക്കെ ഉള്ള ഒരാളാണ്. അല്ല മിടുക്കെന്നല്ല, നമ്മളൊരു സ്ഥാപനം കൊണ്ട് നടക്കുമ്പോൾ ആദ്യം വേണ്ടത് ഒരു അടുക്കും ചിട്ടയെന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടുള്ള ശമ്പളം കൃത്യസമയത്ത്, എല്ലാവരും ജോലി ചെയ്യുന്നത് ഈ 30 ദിവസം ജോലി ചെയ്ത ഒന്നാം തീയതി അല്ലെങ്കിൽ ആ ദിവസം ശമ്പളം എന്നുള്ള ഒരു എയിം എല്ലാവർക്കും ഉണ്ട്. ഞാനടക്കം എല്ലാവർക്കുമുണ്ട്. സോ അത് തെറ്റാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചിട്ട ഓഫീസിലുള്ളത്. ഇപ്പോൾ സ്കൂൾ തുടങ്ങിയിട്ട് ഏകദേശം 27 ഇയേഴ്സ് കഴിഞ്ഞു. സ്കൂൾസ് തുടങ്ങിയിട്ട് അത് ഞാൻ ഒരിക്കലും തെറ്റിച്ചിട്ടില്ല. കോവിഡ് സമയത്താണ് നമ്മൾ ഭയങ്കരമായിട്ട് പെട്ടുപോയത്. ആ സമയത്ത് ഞാൻ എവിടെയും അങ്ങനെ സ്റ്റാഫിനെ എല്ലാ നാട്ടിൽ കൊണ്ടുവരലും, ബട്ട് സ്റ്റിൽ ആ സമയത്തുള്ളത് കൂടെ നമ്മൾ കൊടുത്തു തീർക്കാൻ ശ്രമിച്ച്, ആരും ബുദ്ധിമുട്ടാൻ പാടില്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, നമ്മളെ നമ്പിയുള്ളവരാണ്, അത് ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതേ ചിട്ട തന്നെ ഞാൻ ഓഫീസിലെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെയാണ് കേട്ടോ. ക്ലാസ്സസിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ, കുട്ടികളെ കൊണ്ടുപോകുന്നു, അഡ്മിനിസ്ട്രേഷനിൽ ആ ഒരു കാര്യത്തിൽ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സ്ഥാപനം വൃത്തിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റില്ല. അത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബിസിനസ് പരമായിട്ടുള്ള ഒരു ശീലം എനിക്കില്ല. ഞാൻ പഠിച്ചത് നൃത്തവും ഒക്കെയാണ്, കോമേഴ്സ് പഠിച്ചിട്ടുണ്ട്, അതൊന്നുമല്ല. പക്ഷേ ഞാൻ ഭർത്താവ് ഒരു ബിസിനസ്സുകാരനാണ്.
ശരത്തേട്ടൻ ബിസിനസ്സുകാരനാണ്. ശരത്തേട്ടൻ ഒരു ബിസിനസ് നടത്തുന്നത് കണ്ടുപിടിച്ചിട്ടാവാം, അല്ലെങ്കിൽ ആ ഒരു ശീലം കണ്ടിട്ടായിരിക്കാം എന്നോട് ശരത്തേട്ടനാണ് പറഞ്ഞത് യു ഷുഡ് സ്റ്റാർട്ട് എ സ്കൂൾ എന്നുള്ളത്. ഞാൻ കുട്ടികളെ വീട്ടിൽ പഠിപ്പിക്കൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ധൈര്യം തന്നതും പിന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് എനിക്ക്. ആദ്യകാലത്തൊക്കെ ശരത്തേട്ടൻ എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തരുമായിരുന്നു. പിന്നീട് ഞാൻ സ്വയം മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ പ്രത്യേകിച്ച് ഇവിടെ ക്യാഷ് ഫ്ലോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എല്ലാ ബിസിനസ്സും പോലെ. കാര്യം ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന റവന്യൂ ഉണ്ടാവില്ല. അപ്പോഴൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പുറത്തെ ഒരു ബലമുള്ളത് കൊണ്ടാണ് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഈ ഷാർപ്പ് ലുക്ക് എപ്പോഴൊക്കെ ആയിരിക്കും വരിക? ഷാർപ്പ് ലുക്ക് എനിക്ക് ഈ സിസ്റ്റമാറ്റിക് എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. എന്ത് ജോലിയാണെങ്കിലും, ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും ഞാൻ അത്യാവശ്യം അടുക്കള പണി ചെയ്യുന്ന ആളാണ്. അടുക്കള ഇഷ്ടമുള്ള ഒരാളാണ്. കുക്ക് ചെയ്യുന്ന ആളാണ്. അതിലാണെങ്കിൽ പോലും എൻ്റെ 100% ഇടുന്ന ആളാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരും 100% ഇടണം. അങ്ങനെയുള്ളവരോട് സഹകരിച്ച് പോകാനാണ് എനിക്കിഷ്ടം, എല്ലാ ജോലിയിലാണെങ്കിലും. മനസ്സിലായി. എൻ്റെ കൂടെ എന്നെ സഹായിക്കാനുള്ള എൻ്റെ ശാന്തയുണ്ട്. ശാന്ത എന്നോട് 18 വർഷം കഴിഞ്ഞു. എൻ്റെ കൂടെ 18 വർഷമായിട്ട് എൻ്റെ ഒരു വലം കൈ ആയിട്ടുള്ള ഒരാളാണ്. എൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഹെഡ് ചെയ്യുന്ന, എൻ്റയർ സ്കൂൾസ് ഹെഡ് ചെയ്യുന്ന, എൻ്റെ ഡേറ്റ്സ് മാനേജ് ചെയ്യുന്ന, എല്ലാം എൻ്റെ ഒരു എന്താ പറയുക, റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. എൻ്റെ മെമ്മറി എന്ന് ഞാൻ പറയുന്നത് ദീപ്തി എന്ന് പറഞ്ഞിട്ടൊരാളാണ്. ദീപ്തി എൻ്റെ ഒരു റിസപ്ഷനിസ്റ്റായിട്ട് വന്ന ഒരാളാണ്. പക്ഷെ അവരുടെ ഡെഡിക്കേഷൻ കണ്ടിട്ടാണ്. ഷീസ് മോർ ദാൻ 20 ഇയേഴ്സായി എൻ്റെ കൂടെ. ഷീസ് ഹെഡിങ് എവറിത്തിങ്. സോ അങ്ങനെ വർഷങ്ങളെ ഒരു ഡ്രൈവറുണ്ട് സലീം എന്ന് പറഞ്ഞിട്ട്. സലീമും 10-20 വർഷമായി. ഉള്ളവരൊക്കെ ആത്മാർത്ഥമുള്ളവരെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് മുമ്പോട്ട് കൊണ്ടുപോകും. ഈ കൂടെ ഉണ്ടായിരുന്ന ആളെന്ന് പറയുന്നത് മാധവ ശങ്കർ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് കൂടി ആയിട്ടുള്ള ആളല്ലേ കൊല്ലംകാരൻ? അത് ശരി, അറിയാലോ സാർ, നന്നായിട്ട് അറിയാം. ഞാനൊരു പരിപാടിയിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. പുള്ളി ഒരു വരയൊക്കെ ആയിട്ട് കൂടിയായിരുന്നു. ഗംഭീര ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ഗംഭീര ആർട്ടിസ്റ്റാണ്. എന്റെ അന്വേഷണം പറയണം, കുറെ നാളായി കണ്ടിട്ട് സാറിന്. പാപനാശത്തില് കമലഹാസൻ വരുന്നത് നമ്മൾ അത്രയും കാലം, ഇല്ലെങ്കിൽ നമ്മളിപ്പോഴും, ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ ഒന്ന് അടുത്ത് നിന്ന് കേൾക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരാളാണ്. എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ ആരെ തരണം എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന പേര് കമലഹാസൻ സാറാണ്. അപ്പോൾ സാറിൻ്റെ ശബ്ദം അടുത്തിരുന്ന് കേൾക്കണമെന്നുള്ളതാണ് എൻ്റെ എക്സൈറ്റ്മെൻറ്റ്. സാർ അതിനകത്തേക്ക് വരുന്നൊരു പടത്തിൽ, ഇവിടെ മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ, നിങ്ങൾക്ക് അങ്ങനെ കുറേ ഭാഗ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെ, കമലഹാസൻ സാറിൻ്റെ കൂടെ ഇവരുടെ കൂടെ ആവർത്തിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കമലഹാസൻ സാറിൻ്റെ കൂടെ ചെയ്യുമ്പോൾ ഇനി അടുത്ത 3യിലും ചിലപ്പോൾ അതിനകത്തേക്ക് വിളിച്ചാൽ എന്തായിരിക്കും എന്നുള്ളതും കമലഹാസൻ സാറിൻ്റെ കൂടെയുള്ള അനുഭവം കൂടെ പറയും. കമൽ സാർ ആണ് ദൃശ്യം, അങ്ങനെയായിരുന്നു ആദ്യം പേര്, പാപനാശം എന്നായിരുന്നില്ല. ദൃശ്യം തമിഴ് വരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ ആദ്യമേ തന്നെ ജിത്തു സാർ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തമിഴ് ദൃശ്യത്തിൽ ഈ ആർട്ടിസ്റ്റുകളൊന്നും മലയാളത്തിലെ ഒരു ആർട്ടിസ്റ്റുകളും ഉണ്ടാവില്ല, ഒന്നും വേണ്ട, എല്ലാം പുതിയ ആർട്ടിസ്റ്റുകളാണെന്ന് കമൽ സാർ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനത് സ്വപ്നം പോലും കണ്ടിരുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ മലയാളം തന്നെ ഞാൻ സ്വപ്നം, ഇത്രയും വലിയൊരു റോളാണെന്ന്, അത്രയൊരു ഹെവി ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട്, എങ്ങനെ ഇതെടുക്കും, ഇത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ളതൊന്നും നമുക്ക് അങ്ങനെയുള്ള വിവരമൊന്നുമില്ല ആ കാലത്ത്. അപ്പം തമിഴിലേക്ക് വരുമ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, സ്വപ്നത്തിൽ പോലും ഇല്ല ഞാനാണെന്നുള്ളത് പ്രതീക്ഷിച്ചിട്ട്. അപ്പം അന്ന് കേട്ടു രമ്യ കൃഷ്ണനാണ്, ശ്രീദേവി നമ്മുടെ ശ്രീദേവിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ കേട്ട പേരുകളെ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സിലാനന്ദിച്ചു. ഞാൻ ചെയ്ത ഒരു വേർഷൻ അവർ ചെയ്താൽ എനിക്കൊരു വലിയ സന്തോഷമുള്ള കാര്യമാണ്, ഒരു ഭാഗ്യമാണെന്നൊക്കെ ചിന്തിച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ജിത്തു സാർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, തമിഴിൽ വെൽക്കം ടു ഇങ്ങനെ അങ്ങനെ അപ്പോൾ ഞാൻ വെച്ചാൽ തമിഴ് തുടങ്ങുകയാണെന്നാണ് വെച്ചത്. എനിക്കൊണ്ട് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സിനിമ, ജോൺ ഡയറക്റ്റ് ചെയ്യുന്ന ഏഞ്ചൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ലൊക്കേഷനിലാണ് സാർ എന്നെ വിളിച്ച് പറയുന്നത്. പറഞ്ഞു എന്നോടൊരു ആശയാണ് ചെയ്യുന്നത്. ഞാൻ അപ്പം കുറച്ചേരം വിശ്വസിക്കാൻ പറ്റിയില്ല. സാറ് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇവിടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ വെൽക്കം ടു മലയാള സിനിമ പറഞ്ഞതുപോലെ വെൽക്കം ടു തമിഴ്, അങ്ങനെയാ പറഞ്ഞത്, വെൽക്കം ടു തമിഴ് ദൃശ്യം. അന്ന് പാപനാശം എന്ന് പേരില്ല. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോയി കുറച്ച് കഴിഞ്ഞ് അവിടെ ചെല്ലുന്നു. പിന്നെ നമുക്ക് ടെൻഷനും ഭയങ്കര കമൽ സർ ഫാനാണ്. പ്രത്യേകിച്ച് സാഗര സംഗമമൊക്കെ കണ്ടിട്ട്, അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ എക്സൈറ്റ്മെന്റ് മൂത്തിട്ട് എല്ലാവരുടെയും പ്രത്യേകിച്ച് ഡാൻസേഴ്സിന്റെ ഒക്കെ ഒരു സ്വപ്നമാണ് അദ്ദേഹത്തിനെ കാണുക എന്നുള്ളത്. അപ്പം അങ്ങനെ കണ്ടു. ഫസ്റ്റ് കാണുന്നതിന് ഇൻട്രോഗേഷൻ സീനായിരുന്നു ആദ്യത്തെ ദിവസം. കണ്ടു, ഞാൻ കാലിങ്ങനെ തൊട്ട് നമസ്കരിച്ചു. ഞാനപ്പോൾ എനിക്കറിയാവുന്ന തമിഴിലും ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി, ഇംഗ്ലീഷിൽ സംസാരിച്ചു തുടങ്ങി. അപ്പോൾ ഫുൾ അദ്ദേഹം എന്നോട് മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഹി നോസ്, ഹി ആസ്ക്ഡ് അബൌട്ട് ഓരോ കാര്യങ്ങൾ, ദൃശ്യത്തിനെ കുറിച്ച്, ഡാൻസിനെ കുറിച്ച് സംസാരിച്ചു. എന്നോട് ചോദിച്ചു, ഒരു ടെലിവിഷൻ സീരിയൽ ചെയ്തിട്ടില്ലേ, എല്ലാം ഹി നോസ് എവറിത്തിങ്, ഇൻ ആൻഡ് ഔട്ട് എല്ലാം അറിയാം. സോ ഭയങ്കര ഒരു എന്താ പറയുക, ആദ്യം ഒരു ലാലേട്ടനും മമ്മൂക്കിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനു മുമ്പ്. പ്രത്യേകിച്ച് നമ്മളുടെ ഒരു പ്രൊഫഷൻ നൃത്തമായതുകൊണ്ട്
ഇവർ രണ്ടുപേരുടെയും പണ്ട് എന്നെ സിനിമകളിൽ വിളിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് ഇവരെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഞാനിവരെ. പക്ഷെ കമൽ സാർ കണ്ടിട്ടില്ലല്ലോ. ആ എക്സൈറ്റ്മെൻറ്റ് മുഴുവൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതൊരു കയ്യും കാലമൊക്കെ വിറച്ച് കാലിൽ തൊട്ട് തൊഴുമ്പം ഐസ് പോലെ കാലിൽ തൊട്ട് തൊഴുതാണ് കമൽ സാർ. ശബ്ദം ഓഫ് കോഴ്സ് എനിക്ക് സംസാരിക്കാനും പറ്റില്ല. സാറിൻ്റെ ഒരു വളരെ സിമ്പിൾ, ആ ലുങ്കിയൊക്കെ കൊടുത്തിട്ട് ആ ഫസ്റ്റ് ആ ഇൻട്രോഗേഷൻ സീനിലായിരുന്നു. ഒരു ഇപ്പോഴും എനിക്ക് അത് പറയാൻ പറ്റില്ല, അത്രയും ഒരു ആ ഒരു ഓറ ഉണ്ടല്ലോ ഇവരുടെയൊക്കെ ഒരു മെയിൻ, അത് ദാറ്റ് ഇസ് സംതിങ്. ഞാനും ഇപ്പോഴും സ്വപ്നം കാണാറുണ്ട് സാറിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോൾ സാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതന്നെ. നമ്മുടെ കാതിൽ വന്ന് വീഴുമ്പോൾ എന്തായിരിക്കും ഫീൽ എന്നുള്ളത്. നമ്മൾ നൃത്തത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം. അപ്പം എന്നോട് ഇങ്ങനെ, അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ അങ്ങനെ നൃത്തം വർഷങ്ങൾക്ക് ശേഷമാണല്ലോ ചെയ്തിട്ടുണ്ടാവുക, അപ്പം എങ്ങനെയായിരിക്കും. അപ്പോൾ ഉടനെ നിന്ന് അന്ന് സാഗർ സംഗമത്തിൽ ശിവൻ ഇങ്ങനെ നിന്നതും മുട്ടിലിങ്ങനെ ഡാൻസിൽ മൂവ്മെൻറ്റ്, പക്ഷേ എങ്ങനെയാണ് അതൊക്കെ ചെയ്ത്, അപ്പം ഇങ്ങനെ ചെയ്തു. ഇപ്പോഴും സോ ഫ്ലെക്സിബിൾ. ആ കാലത്തും അത് ചെയ്തും പറഞ്ഞു തന്നതും. അതിനുശേഷം ഞാൻ ഒരു സിനിമ കൂടെ ചെയ്തു, തൂങ്കാവൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഒരു സിനിമ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു സിനിമ കൂടെ, പക്ഷെ അത് ഒരു ഫുൾ ഒരു ക്യാമിയോ ആണ്. പക്ഷെ ഐ ഡിഡ് ദാറ്റ് റോൾ ഓൾസോ. അദ്ദേഹത്തിൻ്റെ ഒരു പെയറായിട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അതേപോലെയാണ് ഈ ദൃശ്യം ഇവിടെ 3 ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രോളിയിട്ടുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. കാരണം ഈ ദൃശ്യം 1ഉം 2ഉം വെച്ചിട്ട് നമ്മൾ ട്രോളുന്നത് പോലെ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ട്രോളുകൾ ഉണ്ടായിട്ടുണ്ടാവും. നീയല്ലേ ഇടാ മറ്റേത് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്ന മാതിരി. എല്ലാവർക്കും ദൃശ്യം 3 ഉണ്ടാവുന്ന ഇപ്പം പ്രേക്ഷകർ സംസാരിക്കുന്ന പോലെ ഞങ്ങൾക്കൊക്കെ, ഞാനും സിദ്ദിഖെ കാണുമ്പോൾ ചോദിക്കുന്നത് എന്നാണ് ആശ, അങ്ങനെ നമ്മൾ തമ്മിൽ ഇക്കാനൊക്കെ ഇടയ്ക്ക് കാണുമല്ലോ. അപ്പം ഇങ്ങനെ ആ ഒരു എക്സൈറ്റ്മെന്റ് പ്രേക്ഷകരെ പോലെ തന്നെ നമ്മൾക്കും. ഞാൻ ചോദിച്ചിട്ട് നിൽക്കാണ്, സ്ക്രിപ്റ്റ് കേട്ടോ, എന്തായി എന്നുള്ളത്, ആശ കേട്ടു. അങ്ങനെ നമ്മൾ തമ്മിലൊക്കെ ഉള്ളൊരു ഡിസ്കഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ഞാൻ ഷാജോണിനെ എവിടെ കണ്ടാലും സഹദേവ എന്ന് വിളിക്കാം. എവിടെ കണ്ടാലും സഹദേവ എന്ന് വിളിക്കുമ്പോൾ വന്നോ ആ മോഡുലേഷൻ ഇല്ലേ, സഹദേവ എന്ന് വിളിക്കും. ഇപ്പോഴും അങ്ങനെ വിളിക്കും, സഹദേവ, ഓ ഹലോ അങ്ങനെ വിളിക്കും. അത് ഭയങ്കര ഒരു ഇത് ചില സിനിമകളൊക്കെ കൾട്ടാവുന്നത് പോലെ ഈ ചില സിനിമകൾ ഇങ്ങനെ ഒരുപാട് കാലം ട്രോളിലും സ്പൂഫിലും നിൽക്കില്ലേ, അതേപോലെ ഒരു സാധനമാണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിച്ചിരുന്നത് സെറ്റിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുമ്പോൾ ഉണ്ടല്ലോ ഓരോ ക്യാരക്ടേഴ്സിനെയും ട്രോളാൻ പറ്റും. അങ്ങനെ അത്രയും പോപ്പുലർ ആണല്ലോ ഇതിന്റെ ഡയലോഗ്സും എല്ലാം. ഇനി ആവർത്തിച്ച് നമ്മൾ ഇപ്പൊ ദൃശ്യം 3 ഇനിയിപ്പോ നമ്മൾ ധ്യാനത്തിന് പോയതും, ധ്യാനമൊക്കെ തമാശയ്ക്ക് പറഞ്ഞാലും ഇപ്പൊ ശരത്തേട്ടൻ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഞാൻ എവിടെയായിരുന്നു, ധ്യാനത്തിനായിരുന്നു എന്നൊക്കെ തമാശയ്ക്ക് നമ്മൾ ധ്യാനം ഒരു കോമൺ ടോപ്പിക്കാണ്. പ്രേക്ഷകരെ പോലെ തന്നെ നമ്മളുടെ ഇടയിലും ഒരു ധ്യാനം ഒരു ടോപ്പിക്കാണ്. അതെ, അതിന് പലതരത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. ഈ നമ്മളോട് കള്ളം പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. സത്യത്തിൽ നമ്മളോട് നമുക്ക് കള്ളം പറയാം. കാരണം ഈ തലച്ചോറിൽ നമുക്കിത് ചില ഡേറ്റ്സ് ഒക്കെ നമുക്ക് ഓർത്ത് വെച്ചാൽ നമുക്ക് തന്നെ മറന്നുപോകും. ഇപ്പൊ നമ്മുടെ കാമുകി ആദ്യം കണ്ട ഡേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഓർക്കുകയുള്ളൂ. അപ്പോൾ ഇത് മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ ഇത് വെച്ചിട്ട് ദൃശ്യം ചെയ്തിരിക്കുന്നത് ഈ കൈൻഡ് ഓഫ് മെമ്മറിയുടെ കുറച്ച് ലോസ് ഉണ്ട്. അതെല്ലാവർക്കും അങ്ങനെ ഓർക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് റീക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്വയം തന്നെ ചിലപ്പോൾ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ സത്യം പറയില്ല, നാർക്കോ അനാലിസിസ് ചെയ്താൽ പോലും പറയാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെയുള്ള ഗൗരവമുള്ള ചർച്ചകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് കള്ളം റീക്രിയേറ്റ് ചെയ്യുന്നതിന്റെ സയന്റിഫിക് റീസൺസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് നമ്മളോട് കള്ളം പറയാൻ പറ്റുമോ? അപ്പോൾ VS രാമചന്ദ്രൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്, ടെൽടെയിൽ ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനകത്ത് ബ്രെയിനിനെ കുറിച്ചുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് നമ്മളോട് കള്ളം പറയുന്നതുമായി ബന്ധപ്പെട്ട കുറേ പരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സത്യത്തിൽ നമുക്ക് നമ്മളോട് തന്നെ കള്ളം പറയാൻ കൺവിൻസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് തലച്ചോറെന്ന് വിചാരിക്കുന്ന ഭയങ്കര കോർഡിനേറ്റഡ് ആയിട്ടുള്ള സാധനമല്ല. നോക്കൂ, നമ്മൾ എവിടെയൊക്കെ പോയെന്ന് വെച്ചു ദൃശ്യം വെച്ചിട്ട്. അപ്പൊ അത്രയും വളരാൻ കഴിയാന്ന് പറയുന്നത്, നമുക്ക് നമ്മളോട് കള്ളം പറയാന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനഃപൂർവ്വം മറക്കണം എന്നുണ്ടാവില്ലേ. ചില സിറ്റുവേഷൻ, ചില ഭയങ്കര നമുക്ക് വേദനിച്ചിട്ടുള്ള സിറ്റുവേഷൻ, നമുക്ക് അത് ആലോചിക്കുമ്പോൾ നമ്മൾ വേദനിക്കും. അത് മറക്കണം എന്ന് നമ്മൾ സ്വയം നമ്മളോട് തന്നെ പറയണം. ദാറ്റ് ഇസ് നത്തിങ്, നിങ്ങൾക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് സ്വയം മനസ്സിലാക്കി നമ്മൾ മനസ്സിനോട് ഒരു 10 പ്രാവശ്യം പറഞ്ഞാൽ നമുക്കത് മറക്കാൻ പറ്റും. അറ്റ്ലീസ്റ്റ് നമുക്ക് അതിന്റെ ഒരു കാഠിന്യം കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്വയം അത് പറഞ്ഞപ്പോഴാണ് ആശയം മറക്കാൻ ശ്രമിക്കുന്നതാണ്, ഇല്ലെങ്കിൽ പല രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതാണ് വേണുചേട്ടൻ്റെ കാര്യം. അത് പക്ഷേ എങ്ങനെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. കൈകാര്യം ചെയ്ത് നമ്മളത് ഓവർകം ചെയ്താൽ ഓക്കെയാണ്. എങ്ങനെയാണ് ഇപ്പോൾ അത് സിറ്റുവേഷനെ കൈകാര്യം ചെയ്ത്, ഇതേപോലെ നമ്മൾ ചിലതൊക്കെ മറന്നാണ് കൈകാര്യം ചെയ്യുന്നത്, ഓർത്താണ് ആശ അത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. ഓരോ വഴികളാണ്, ഏത് വഴിയാണ് നമുക്ക് സ്വീകാര്യമാവുന്നത് നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്നതാണ്. ഇപ്പം അതെങ്ങനെയാണ് നോക്കി? എനിക്ക് 2 ചേട്ടന്മാരാണ് രജനീഷ്. രണ്ടുപേരും മേർജ്ഡ് വിത്ത് ഗോഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേണുചേട്ടനും ബാലുചേട്ടനും രണ്ടുപേരും. അതിൽ ഒരാൾ അധിക വർഷമായില്ല പോയിട്ട്,
അപ്പോൾ ഒരാൾ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിനെയും കൂടെ രണ്ടാമത്തെ ആളിൽ കണ്ടിരുന്നു. അങ്ങനെയായിരുന്നു. വേണിച്ചേട്ടൻ പോയപ്പോൾ ഞാൻ ബാൾട്ടണിലാണ് ഞാൻ കണ്ടിരുന്നത്. രണ്ടാമത്തെ ആളും കൂടെ വിട്ടുപോയപ്പോൾ ഞാൻ അമ്മയെ സമാധാനിപ്പിക്കപ്പോഴും തമാശയ്ക്കാണെങ്കിൽ ഞാൻ അമ്മയോട് പറയും, അമ്മ നമ്മളെല്ലാം ക്യൂലാണ്, നമ്മളെല്ലാം ക്യൂലാണ്, നമ്മളെല്ലാവരും പോവും. ആദ്യം എത്തിയത് ഫസ്റ്റ് പോയിട്ട് സീറ്റ് പിടിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്, അത് ഞാൻ എന്നെ ഈ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, എന്നിലൂടെ എൻ്റെ ചേട്ടൻ ജീവിക്കുന്നു എന്നുള്ളതാണ്. അത് ഓരോരുത്തർക്കും ഓരോ, അമ്മയ്ക്കൊരു വേർഷനായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഓരോരുത്തർക്കും ഓരോ വേർഷനായിരിക്കാം. ഞാൻ എന്നെ സമാധാനിപ്പിക്കുന്ന എന്നിലൂടെ എൻ്റെ ചേട്ടന്മാർ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ടുപേരും കൂടെ ഒരാളായിട്ടായിരുന്നു ഞാൻ കണ്ടിരുന്നത് വർഷങ്ങളോളം. അപ്പം അതുകൊണ്ട് ബാൾട്ടൺ ഇസ് ഈക്വൽസ്, രണ്ടുപേരും വേണിച്ചേട്ടൻ ബാൾട്ടൺ ഇസ് വൺ. എൻ്റെ DP, രജനീഷിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ രജനീഷ് മനസ്സിലാവും, എൻ്റെ DP എൻ്റെ ബ്രദറാണ്. എൻ്റെ ബ്രദർ പോയ അന്നിട്ടതാണ് ഞാനത്. ഇന്നും എൻ്റെ ബ്രദറാണ് എൻ്റെ DP. കാര്യം ഞാൻ വിശ്വസിക്കുന്നത് ആ ബ്രദർ എൻ്റെ ബാൾട്ടൺ വേണിച്ചേട്ടൻ ബാൾട്ടനും എൻ്റെ ഫോണിൻ്റെ എന്തെങ്കിലും ഒരു വാട്സപ്പ് പോയാൽ അത് അവർ അയക്കുന്ന ഒരു ഫീലായിരിക്കണം. അങ്ങനെയാണ് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും. അതിൽ എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ. എൻ്റെ അമ്മ എൻ്റെ ചേട്ടൻ യൂസ് ചെയ്തിരുന്ന നമ്പർ അമ്മയാണ് യൂസ് ചെയ്യുന്നത്. ആ ഫോണിൽ ഞാൻ ബാൾട്ടനാണ് വിളിച്ചിരുന്നത്. ആ കോൾ ഇപ്പോഴും ബാൾട്ടൻ എന്നാണ് വരിക. അമ്മ കോളിങ് മീ, ബാൾട്ടനാണ് കോൾ ചെയ്യുന്നത്. സോ ഓരോ സെക്കൻഡിലും എൻ്റെ മക്കൾ, അമ്മ പീലു എന്നാണ് വിളിക്കുക എൻ്റെ മക്കൾ, അമ്മ പീലൂസ് കോളിങ് യു. സോ എൻ്റെ ചേട്ടൻ എന്നിലൂടെ ഓരോ നിമിഷവും ജീവിക്കുന്നു. പോയി എന്നല്ല, ഞാനിപ്പോഴും ഇവിടെയുണ്ട്. ഈ വീടിന് എൻ്റെ ചേട്ടൻ്റെ പേരാണ്. ഈ വീട് ചേട്ടൻ പോയ ശേഷമാണ് ഈ വീട് ഹൗസ് വാമിങ്. ഈ വീടിന് ബാലഗോകുലം, ബാലുവിൻ്റെ വീട് ബാലഗോകുലം. സോ അങ്ങനെ എല്ലായിടത്തും ദി ആർ ലിവിങ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അവരെവിടെയും പോയിട്ടില്ല, എൻ്റെ കൂടെയാണ്. അത് ഞാൻ എന്നെ സ്വയം സമാധാനിപ്പിക്കുന്നത്, എന്നെ സ്വയം സാറ്റിസ്ഫൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അത് മറ്റാർക്കും വേണ്ടിയിട്ടല്ല, എനിക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു ധൈര്യം, അത്രേ ഉള്ളൂ. ചേട്ടൻ തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു, ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിക്കുമോ, ഞാൻ പറയുന്ന ആളെ കല്യാണം കഴിക്കുമോ. എന്നിട്ട് ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, അമ്മയടുത്ത് ചോദിക്കുന്ന സമയത്ത് എത്ര മാർക്ക് എനിക്ക് തരുമെന്ന് ചോദിക്കുമ്പോൾ 100 മാർക്ക് തരാം, എന്നാൽ 110 ശരത്തിന് കൊടുത്തോളൂ എന്ന് പറയാം. അപ്പോൾ ശരത്തേട്ടനെ കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്. ശരത്തേട്ടൻ വളരെ നൈസ് പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴൊക്കെ നമ്മളടുത്തൊക്കെ ചിരിച്ചൊക്കെ സംസാരിക്കുന്നത്. അതെ, ഇപ്പോഴും ഈ വേണിച്ചേട്ടൻ പറഞ്ഞത് തന്നെ സത്യമായി വരിക എന്നൊക്കെ പറയുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് ആനന്ദിപ്പിക്കില്ല, സമാധാനിപ്പിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അതായത് എപ്പോഴും നമ്മൾ വിചാരിക്കുക, നമ്മളെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു കരങ്ങളിൽ ഒരു കുടുംബത്തെ ഏൽപ്പിച്ചിട്ട് ഒരാൾ പോവില്ലേ. ഓക്കെ, ചിലപ്പം ഒരാളെ നമ്മൾ മക്കളെ എവിടെയെങ്കിലും ആകുമ്പോൾ ഇവിടെ ഇരിക്കണം. ഇപ്പം എൻ്റെ മക്കളോട് ഞാൻ പറയും, ശാന്താൻ്റെ ഇവിടെ ഉണ്ട്. ശാന്തയായിരുന്നു എൻ്റെ മക്കളെ കൂടെ നോക്കിയിരുന്ന, സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ആൻറ്റിയുടെ പോലെ നിന്നിരുന്നു. ഇപ്പോഴും ശാന്തയാണ് എൻ്റെ കൂടെ. നേരത്തെ പറഞ്ഞ ആൾ, ഞാൻ പറയും ശാന്താൻ്റെ ഉണ്ട് കേട്ടോ, അമ്മ ഇപ്പോൾ പോയാലും തിരിച്ചു വരും, ശാന്താൻ്റെ ഈസ് ദെയർ, എന്തെങ്കിലും ഫുഡ് വേണമെങ്കിൽ അമ്മ പറയണം എന്ന് പറയുന്ന പോലെ ഒരാൾ ശരത്ത് ഇവിടെ ഉണ്ട്, നിങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് പോയെന്നാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ആ ഒരു നമ്മളെ ഏൽപ്പിച്ച ഒരു ഭയങ്കര സ്ട്രോങ് കരങ്ങളിൽ ഏൽപ്പിച്ചു പോയി എന്നുള്ളതാണ്. പക്ഷെ ആ കരം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പോൾ ജീവിതത്തിൽ എത്രയോ പേരെ നമ്മൾ ജീവിതത്തിൽ നിത്യേന കാണുന്നുണ്ട്. അതിൽ ഇതൊട്ടും ഒരു അല്ലെങ്കിൽ ഒട്ടും ഒരു പുകഴ്ത്തലോ അല്ലെങ്കിൽ ഒന്നുമല്ല. ഇത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പം എത്രയോ ലക്ഷോപലക്ഷം ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, ആയിരക്കണക്കിന് ആളുകളെ സ്ഥിരം കാണുന്നുണ്ടാവും. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായിട്ടും ഞാൻ കണ്ട മനുഷ്യരിൽ ഏറ്റവും നല്ല മനുഷ്യൻ, നല്ല വ്യക്തി എന്ന് പറയുന്നത് ശരത്താണ്. ഇന്നും അതൊരു ഭർത്താവ് എന്നുള്ള രീതിയിലല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ശരത്ത് ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ഒരാളോടുള്ള ഒരു പെരുമാറ്റം, എവറിത്തിങ് ഒരു വ്യക്തിയെ നമ്മൾ അനലൈസ് ചെയ്യുമല്ലോ. അങ്ങനെ ഞാൻ കണ്ട ഏറ്റവും നല്ല ഒരു പോസിറ്റീവ് അപ്രോച്ചുള്ള ഏറ്റവും നല്ല വ്യക്തി, ഹസ്ബൻഡ് എന്നായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു വ്യക്തി എന്ന നിലയിൽ ഇറ്റ് ഇസ് ഹിം. സോ കറക്റ്റായിട്ടുള്ള കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. ഞാൻ ഉണ്ണിമായുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ശാംഭുഷ്കറും ഇവരും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ക്രിയേറ്റീവ് പേഴ്സൺസ് ആണ് രണ്ടുപേരും. പ്രണയം എങ്ങനെയാണ് നിലനിർത്തി കൊണ്ടുപോകാമെന്ന് ചോദിച്ചപ്പോൾ ഭയങ്കര പാടാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് എനർജി എടുത്ത് വർക്ക് ചെയ്തില്ലെങ്കിൽ പ്രണയം എക്സിസ്റ്റ് ചെയ്യില്ല എന്ന് പറയും. അതേപോലെ ഈ പേഴ്സൺ നല്ലതായിരിക്കുമ്പോഴും നമ്മൾ വിചാരിക്കുന്ന ചില ഏരിയാസിലൊക്കെ നമുക്ക് ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഇതിന് മറികടന്ന് പോകുന്നതും ഒരു ആർട്ടാണ്. ആ തരത്തിൽ നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് ആണോ എന്നുള്ളതാണ്. അല്ല, എനിക്ക് പ്രണയം, ശരത്തേട്ടൻ ആർട്ടിസ്റ്റേ അല്ല. ശരത്തേട്ടൻ കൃത്യമായിട്ട് ഈ കോളേജസ് കൃത്യമായിട്ട് പഠിക്കുന്ന കുട്ടി ഉണ്ടാവുമല്ലോ, എഞ്ചിനീയറിംഗ് MBA ഒക്കെ ഇങ്ങനെ ഫസ്റ്റ് റാങ്ക് മേടിച്ച് പഠിക്കുന്ന കുട്ടികൾ. ശരത്തിന് ഞാൻ കുറേ വർഷം വേസ്റ്റ് ചെയ്തു ഫസ്റ്റ് റാങ്കിന് വേണ്ടി എന്ന് പറയുമ്പോൾ, അങ്ങനെ പഠിച്ച് മുമ്പോട്ട് വന്ന ജീവിതത്തിൽ ജോലി ഉണ്ടായിരുന്നു, പിന്നെ ബിസിനസ് ചെയ്ത് അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. കലയുമായിട്ടുള്ള ആകെ ബന്ധം
ഞാനാണ് കലയായിട്ടുള്ള. അപ്പൊ ആദ്യകാലങ്ങളിൽ നൃത്തം ഒരു ആർട്ടാണോ എന്ന് വെച്ചാൽ ആർട്ടെന്ന് ശരത്തേട്ടൻ വിചാരിച്ചെന്ന് വരയ്ക്കൽ മാത്രമാണ്. അപ്പൊ പണ്ട് ആരോ കൈ നോക്കി പറഞ്ഞു പോലെ ഒരു ആർട്ടിസ്റ്റിനെ കല്യാണം കഴിക്കും. അപ്പൊ ശരത്തേട്ടൻ പറഞ്ഞു വരയ്ക്കുന്ന പെമ്പിള്ളേരൊക്കെ കാണുമ്പോൾ ഞാൻ നോക്കുമായിരുന്നു അത് എനിക്കുള്ളതാണോ എന്ന് നോക്കുമായിരുന്നു. അങ്ങനെ മാത്രം കലയോട് ബന്ധമുള്ള ഒരാളാണ്. അപ്പം ശരത്തേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മേഖല അതെ അതെ ഈ ഒരു കല എന്ന് പറയുന്ന നൃത്തം ചെയ്യുന്നു, ഇതൊക്കെ ഭയങ്കര ഒരു ആരാധനയോടുകൂടിയാണ് കാണുന്നത്. ഓക്കെ, ഇങ്ങനത്തെ ടാലന്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഉണ്ടല്ലോ, എനിക്കതില്ലല്ലോ, അതൊരു ഭയങ്കര പോസിറ്റീവായിട്ട് കാണുന്ന ഒരാളാണ്. സോ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് പാടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഞാനൊക്കെ പഠിക്കൂ ബിസിനസ് ചെയ്യുന്നു വെച്ചാൽ വേറെ മേഖല. എത്ര പേരാണ് സ്നേഹിക്കുന്നത്, എത്ര കുട്ടികളാണ് കാലുകൊട്ട് തൊഴുന്നത്, അതൊക്കെ ഒരു ഭയങ്കര ഒരു കൗതുകത്തോടെയും അത്ഭുതത്തോടെയും കാണുന്ന ഒരാളാണ്. അതുപോലെയാണ് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. ശരത്തേട്ടനെ പ്രണയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എഫേർട്ടും ഇടാറില്ല, ഒരു എഫേർട്ടും ഇടേണ്ട കാര്യം വരാറില്ല. ഇറ്റ്സ് ഓൾ ഹാപ്പൻസ്. ഞങ്ങൾ വളരെ ചെറുതിലേ കല്യാണം കഴിച്ച് മുമ്പോട്ട് ജീവിച്ചു തുടങ്ങിയത്. 18 വയസ്സാകുമ്പോൾ ഒരാൾക്ക് 25, 18 വയസ്സ് കഴിഞ്ഞു, 18 കഴിഞ്ഞ ഉടനെ കല്യാണം കഴിച്ചാണ്. അപ്പം അതിനൊരു എഫേർട്ട് ഇട്ട് എനിക്ക് ഒരിക്കലും തോന്നാറില്ല ഇത്രയും വർഷം ആയി ഈ കല്യാണം കഴിഞ്ഞിട്ട്. ഈ പിള്ളേരൊക്കെ ഇത്രയും വലുതായി കാണുന്നു. അപ്പോൾ പങ്കുവിൻ്റെ കല്യാണം കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നു ഈശ്വര കല്യാണം കഴിഞ്ഞു. അല്ലാതെ അതിനൊരു ബുദ്ധിമുട്ടോ, ഓഫ് കോഴ്സ് അപ്പ് ആൻഡ് ഡൗൺസ്, ബിസിനസ് ആകുമ്പോൾ അതിന് ഉയർച്ച ഉണ്ടാവും, താഴ്ച ഉണ്ടാവും, സന്തോഷമുണ്ടാവും, സങ്കടം, ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പല പല രീതിയിൽ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഒരു പ്രണയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇല്ല, അങ്ങനെ ഒരു ബുദ്ധിമുട്ടി എക്സ്പ്രസ് ചെയ്ത് അത് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് ദൈവം സഹായിച്ചുണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ അകത്ത് പോയിട്ട് എല്ലാ ദിവസവും ഞാനില്ലെങ്കിൽ കൂടി, ഞാനിപ്പോൾ വീട്ടിലുണ്ടോ ഇല്ലയോ, ചിലപ്പോൾ രാവിലെ രാവിലെ വളരെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളാണ്. എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളൊരു ആണ്. സപ്പോസ് ഞാൻ എഴുന്നേൽക്കും മുമ്പ് എഴുന്നേറ്റിട്ടുണ്ടാവും. എഴുന്നേറ്റിട്ട് എനിക്ക് എവറി ഡേ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. ഗുഡ് മോർണിംഗ്, ഐ ലവ് യു എന്ന് പറഞ്ഞ് ഇവിടെ ഉണ്ടെങ്കിലും ഗുഡ് മോർണിംഗ് അല്ല, അത് ഐ ലവ് യു എന്നുള്ളത് പറയണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ്. എനിക്കത് പറയണം, എനിക്കിപ്പോൾ നിനക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ച് തരണമെങ്കിൽ തോന്നണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു ആളാണ്. അതൊരു എല്ലാവരും അങ്ങനെയാണോ എന്ന് അറിയില്ല, ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. എക്സ്പ്രഷൻ ഓഫ് ലവ് വേണമെന്ന് ആഗ്രഹിക്കുന്ന, നല്ലോണം ട്രോളും, ഭയങ്കരമായിട്ട് അച്ഛനെ മതി എന്നൊക്കെ പറഞ്ഞ് അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ട്രോളുന്ന രീതിയാണ്. പക്ഷെ ഇവരുള്ളപ്പോഴും നമുക്ക് ഓക്കെ കുട്ടികളുണ്ട് അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മൾ വളരെ എങ്ങനെയാണോ ഇവര് 4 പേര് നമ്മൾ അത്രേ ഉള്ളൂ. അല്ലാതെ ശരത്തേട്ടനെ പ്രണയിക്കാൻ അങ്ങനെ ഒരു എഫേർട്ട് ഇടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെയാണ് ഈ ഡാൻസിനോടുള്ള പ്രണയം എന്ന് പറയുന്നത്. കുട്ടികൾ എക്സ്പ്രസ് ചെയ്യുന്ന പലപ്പോഴും അവർക്ക് ബ്ലെസ്സിങ്സ് കിട്ടിയാൽ മതി. നിങ്ങളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഒരു ബ്ലെസ്സിങ്സ് കിട്ടിയാൽ ഓക്കെ ആവുമെന്നാണ് മാതാപിതാക്കളും ഒക്കെ വിചാരിക്കുന്നത്. അത്രയ്ക്കൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെയൊക്കെ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ കാണുക, അത് അവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന പാടാണ്. ഈ കാണുക എന്നൊക്കെ പറഞ്ഞ് പരസ്യവാചകം പറയാം, പക്ഷെ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് അങ്ങനെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഒരു വിജയമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അത് തന്നെയാണോ USP? അല്ല, എൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ക്ലാസ്സസ് ഉള്ളത് ദുബായിൽ ക്ലാസ്സസ് ഉണ്ട്, UAE ക്ലാസ്സസ് ഉണ്ട്, കേരളത്തിൽ പെരുമ്പാവൂർ ഓൺലൈൻ ആപ്പ് തുടങ്ങിയിട്ട് അത് കുറച്ച് കാലമായിട്ട് അതിന് ചെറിയൊരു ഒരു കോൺട്രവേഴ്സി ബിറ്റ്വീൻ ആപ്പിന്റെ ആൾക്കാരും ജോയിന്റ് ആയിട്ടാണ്. ഞാൻ എൻ്റെ കണ്ടന്റ് അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അത് അവർ കറക്റ്റായിട്ട് എത്തിച്ചില്ലാത്തത് കൊണ്ട്, അവർ കറക്റ്റായിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് എത്തിച്ചില്ലെങ്കിൽ തെറ്റാവും പഠിക്കുന്നത്. അതുകൊണ്ട് അത് തൽക്കാലം സ്റ്റേ വെച്ചിരിക്കുകയാണ്. അവർ കറക്റ്റായിട്ട് ആപ്പിൽ അപ്ലോഡ് കറക്റ്റായിട്ട് പോയാലേ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുള്ളൂ. നമ്മൾ 4 years കോഴ്സ് എല്ലാം കൊടുത്ത് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് ആപ്പ് കറക്റ്റായിട്ട് മാനേജ് ചെയ്യണമല്ലോ. സോ ആ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ജസ്റ്റ് തൽക്കാലത്തേക്ക് അത് നിർത്തി വെച്ചിരിക്കുകയാണ്. ആപ്പിൽ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് വന്നാൽ നമ്മൾ ക്ലാസ്സസ് എടുക്കുമ്പോൾ ഇപ്പം എനിക്ക് പേഴ്സണലി എല്ലാ ക്ലാസ്സസും ചിലപ്പോൾ എടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. കാര്യം ഒന്ന് ട്രാവലും കാര്യങ്ങളും. പക്ഷെ എല്ലാം പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരായിരിക്കാം. നമ്മളൊരു സ്കൂൾ നടത്താമെന്ന് വിചാരിക്കും. നമ്മളിപ്പോൾ ഒരു സ്കൂളിൽ ഇപ്പോൾ 1ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ ഉണ്ടാവും, ഡിഫറെൻറ്റ് സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടാവും, അവിടെ ഒരു പ്രിൻസിപ്പൽ ഉണ്ടാവും. ദിസ് ഇസ് ദ സിസ്റ്റം ഐ എം ഫോളോയിങ് ഇൻ ദുബായ്. അങ്ങനെയാണ് ഫോളോ ചെയ്തു പോകുന്നത്. ഓരോ ക്ലാസ്സിനും ഓരോ അധ്യാപകരുണ്ട്. ഡാൻസിന് തന്നെ നമുക്ക് ഒരുപാട് അധ്യാപകരുണ്ട്. എല്ലാവരും ബിരുദാനന്തര ബിരുദമുള്ളതാണ്, ഏത് സബ്ജക്റ്റിനാണെങ്കിലും. ക്വാളിഫൈഡ് ആയിട്ടുള്ള, നേരത്തെ പറഞ്ഞ സർ അടക്കം ദേ ഓൾ ആർ ക്വാളിഫൈഡ് ഇൻ ദെയർ ഓൺ ലൈൻ. ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്ങിൽ അദ്ദേഹത്തിന് ഡിഗ്രിയുള്ള അധ്യാപകനാണ് അദ്ദേഹം. അപ്പം അങ്ങനെയുള്ള അധ്യാപകരെ വെച്ച് പഠിപ്പിച്ചിട്ട് ആ ക്ലാസ്സസ് എല്ലാം കൃത്യമായി സിലബസ് ബേസ്ഡ് ടീച്ചിങ്ങുമാണ്. ആ ക്ലാസ്സസ് എല്ലാം ഞാൻ നോക്കും. എല്ലാ ക്ലാസ്സസിലും ക്യാമറാസ് ഉണ്ട്. അത് മാത്രമല്ല ഈ സിലബസ് നമ്മൾ വേദിയിൽ അവതരിപ്പിക്കുമെന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ പോയിന്റ്. അത് ഈ ലോകത്ത് എവിടെയാണെങ്കിലും എല്ലാ മാസവും UAE പ്രോഗ്രാമുണ്ട്. എല്ലാ മാസവും UAE പ്രോഗ്രാമിൽ
ഇപ്പം ഒരു കുട്ടി 3 മാസം കൊണ്ടായിരിക്കാം ഒരു ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞാൽ 3 മാസം കഴിയുമ്പോൾ ഒരു ചെറിയ ഒരു ഐറ്റം പഠിക്കും, അടുത്ത 3 മാസം, അങ്ങനെ ഒരു സിലബസ് കഴിയുമ്പോൾ അതൊരു വേദിയിൽ അവതരിപ്പിക്കുമ്പോൾ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഞാനുണ്ടാവും. സോ എല്ലാ മാസവും ഏകദേശം 100-ലധികം കുട്ടികൾ വേദിയിൽ പെർഫോം ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. സോ ആ ക്ലാസ്സസിൻ്റെ ക്വാളിറ്റി ഐ വിൽ മാനേജ് ഷുവർലി. എൻ്റെ പേഴ്സണൽ ക്ലാസ്സസും എടുക്കുന്നുണ്ടാവാം. എറണാകുളത്തെ വീട്ടിലെ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഇവിടെ ക്ലാസ് മെയിൻ എടുക്കുന്ന അമ്മയാണ്. അതൊരു വലിയ അമ്മ 79 വയസ്സായിട്ടുള്ള എൻ്റെ ഗുരുവാണ്. അമ്മയാണ് ഗുരു. അമ്മ കലാമണ്ഡലം സുമതി. അമ്മയുടെ ക്ലാസ്സാണ് എറണാകുളത്തെയും പെരുമ്പാവൂരത്തെയും കുട്ടികൾക്ക്. പഠിക്കാത്ത കുട്ടിയായിരുന്നു, ഇപ്പൊ വലിയ കുട്ടിയായിട്ട്. ഇപ്പൊ ഓക്കെയാണോ അമ്മയ്ക്ക്? ഇപ്പോഴും അമ്മ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ എന്നെ ചീത്ത പറയലും വൃത്തിയായില്ലെങ്കിൽ ചീത്ത പറയലും ഒക്കെ ചെയ്യുന്ന അമ്മയാണ്. അമ്മയ്ക്ക് ഏറ്റവും നല്ല അധ്യാപികയായിട്ടുള്ള ഒരു അമ്മയാണ്. ആശ ക്ലാസ് എടുക്കുന്ന സമയത്ത് അമ്മ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആശയ്ക്ക് ഇപ്പൊ പേടിയുണ്ടാവോ? അല്ല, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചെറുതിലേ മുതൽ അമ്മയുടെ അണ്ടറിൽ ക്ലാസ് എടുത്താണ് എന്നെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ അമ്മ പഠിപ്പിക്കുമ്പോൾ കോലെടുത്ത് എന്നെ ഇരുത്തി എന്നോടും കൂടെ നട്ടുവാങ്ങം ചെയ്ത് പഠിപ്പിക്കാൻ പറയുമായിരുന്നു. സോ ഒരു ടീച്ചർ ട്രെയിനിങ് എനിക്ക് ഫ്രം ദ ഡേ വൺ. അത് എനിക്ക് മാത്രമല്ല, അമ്മയുടെ സീനിയർ സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് പേര് നൃത്തം പ്രൊഫഷനായിട്ട് എടുത്തവരുണ്ട്. സോ എല്ലാവർക്കും അമ്മ ഒരു അധ്യാപിക എങ്ങനെ ആവണമെന്ന് നമ്മൾക്ക് കൂടെ ട്രെയിനിങ് തന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോഴും പക്ഷേ എപ്പോൾ ഞാൻ നാട്ടിലാണോ നാട്ടിലത്തെ ഞാൻ ക്ലാസ് എടുത്തിരിക്കും. ഞാനിവിടെ ക്ലാസ് എടുത്തിരിക്കും. UAE ലാണോ UAE ക്ലാസ് എടുത്തിരിക്കും. സോ ഈ 2 സ്ഥലത്ത് ഇവിടെയും അധ്യാപകർക്ക് കീഴിൽ ഇതുപോലെ പ്രൊഫഷണലായിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷനുള്ള അധ്യാപകർ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. ഈ സുരേഷ് ഏട്ടനൊപ്പം അഭിനയിക്കുമ്പോൾ, ഇപ്പോൾ പാപ്പനിൽ വരെ ചെയ്യുമ്പോൾ, സുരേഷ് ഏട്ടനും ഇത്തരത്തിൽ ഒരു എന്താ പറയുക, ഒരു കംബാക്ക് സിറ്റുവേഷനും കൂടെ ആയിരുന്നു. ആ സിനിമ എന്നൊക്കെ പറയുന്നത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ഒപ്പം അഭിനയിക്കാൻ കഴിയുമ്പോൾ നമ്മൾ സ്വയം വിചാരിക്കില്ലേ, മമ്മൂട്ടിയായി, മോഹൻലാലായി, സുരേഷ് ഗോപിയായി എന്ന് വിചാരിക്കില്ലേ? നമ്മൾ അങ്ങനെ എണ്ണാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മളൊക്കെ അങ്ങനെ വിചാരിക്കും. നമ്മുടെയൊക്കെ ചെറിയ മനസ്സിൽ ഇങ്ങനെ ഒരു വിചാരം ഉണ്ടോ? സുരേഷ് ഏട്ടനുമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എന്തായിരുന്നു മനസ്സിലുണ്ടായിരുന്നു പ്രൗഡ് ഫീൽ? സുരേഷ് ഏട്ടൻ ഒരു വ്യക്തി എന്ന നിലയിൽ ഭയങ്കര ബഹുമാനിക്കുന്ന, ആസ് എൻ ആക്ടർ ഓൾസോ. പക്ഷെ ഒരു എല്ലാ ആക്ടേഴ്സിൻ്റെ ഒന്നും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അവരൊരു ജേണി ഒന്നും എല്ലാവർക്കും അറിയില്ലല്ലോ. നമുക്കൊന്നും സാധാരണ ആൾക്കാർക്ക് അറിയില്ല. പക്ഷെ സുരേഷ് ഏട്ടൻ അങ്ങനെയല്ല, തുറന്ന പുസ്തകമാണ്. അദ്ദേഹം കോടീശ്വറിൽ സംസാരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സർവീസൊക്കെ ഒരു വ്യക്തി എന്ന നിലയിൽ ഭയങ്കര ബഹുമാനം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു ചേട്ടൻ ഫീൽ തോന്നൂല നമുക്ക്. അങ്ങനെയായിരുന്നു സുരേഷ് ഏട്ടൻ. പാപ്പനിൽ അഭിനയിച്ചപ്പോൾ അതും ഒരു പോലീസും ഞാൻ കള്ളനും സുരേഷ് ഏട്ടൻ പോലീസുമാണ്. പക്ഷേ സുരേഷ് ഏട്ടനോട് അഭിനയിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഷനോ പേടിയോ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഭയങ്കര കംഫർട്ട് ചെയ്ത്, പ്രത്യേകിച്ച് ജോഷി സാറിൻ്റെ സിനിമയായിരുന്നു. സാറിൻ്റെ സിനിമയിൽ നമുക്കൊരു ചെറിയൊരു പോർഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ സന്തോഷമാണ്. സാറ് വിളിച്ചപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര സന്തോഷം തോന്നിയൊരു നിമിഷമാണ് എനിക്ക് ജോഷി സാറ് വിളിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. പാപ്പനിൽ എനിക്ക് സുരേഷ് ചേട്ടനോട് സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഒരു ഭയങ്കര സ്നേഹം എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൽ സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു ദുബായിൽ. ഇപ്പം ഒരാഴ്ച മുന്നേ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മലയാളി വേൾഡ് വൈഡുള്ള 164 കൺട്രീസ് എന്നുള്ള റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഞാൻ അതിൻ്റെ ഒരു ദിവസത്തെ ഗസ്റ്റ് ഞാനായിരുന്നു. എംപവർ എന്നുള്ള ഒരിത് പിറ്റേ ദിവസം സുരേഷ് ചേട്ടനായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പെർഫോം ചെയ്തിരുന്നു. ഞാൻ മകളെ എന്ന് പറഞ്ഞൊരു ഡാൻസ് പ്രൊഡക്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരു അമ്മയുടെ പെർസ്പെക്റ്റീവിൽ ഒരു അഭയയുടെ അമ്മ, ഒരു നിർഭയയുടെ അമ്മ, പല പേരുകളാണ് നമ്മൾ വിളിക്കുക ഇങ്ങനെയൊക്കെ സംഭവിച്ച കുട്ടികളെ. ആ ഒരു അമ്മ എങ്ങനെയാണ് അത് ഫീൽ ചെയ്യുന്നത്, അവരത് എങ്ങനെയായിരിക്കും അവരെ എഫക്റ്റ് ചെയ്യുന്നത്, ഹൗ ഷീസ് ലിവിങ് വിത്ത് ദാറ്റ് എന്നുള്ളതായിരുന്നു ആ പ്രൊഡക്ഷൻ. കൽക്കട്ടയിലെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയ ഡോക്ടറിൻ്റെ ആ ഒരു ജീവിതം എടുത്തിട്ടാണ് ചെയ്തത്. അത് എപ്പോൾ ഞാൻ ചെയ്താലും ഞാൻ കരഞ്ഞു പോകാറുണ്ട്. പക്ഷെ ഞാൻ കളിക്കുമ്പോൾ ഞാൻ കരയുമ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല. മറ്റേത് കാണുമ്പോൾ സുരേഷ് ചേട്ടൻ ഫുൾ കരയായിരുന്നു, ഒരു അച്ഛൻ. അപ്പോൾ അതിൽ ഞാൻ പറയുന്ന ഒരു അമ്മ എങ്ങനെ അനുഭവിക്കുന്നു, അമ്മ എങ്ങനെ അത് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. പെൺകുട്ടികളെ ഈ ഒരു കാലത്തും അത് എഫക്റ്റഡ് ആവുന്നു. ഇത്രയും ഈ വിദ്യാസമ്പന്നരായിട്ടുള്ള ഈ ലോകമെമ്പാടുമുള്ള മലയാളികളും അല്ലെങ്കിൽ ലോകമുള്ള മനുഷ്യരുടെ ഇപ്പോഴും പെൺകുട്ടികൾ എഫക്റ്റഡ് ആവുന്നു എന്നുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ ഒരു അമ്മ എങ്ങനെ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ചേട്ടൻ അവിടെ നിന്നിട്ട് പറഞ്ഞു, അമ്മയല്ല അച്ഛനും. അതാണ് ആ വ്യക്തി എന്ന് പറയുന്നത്. ഇപ്പോഴും കൂടെ സുരേഷ് ചേട്ടൻ അവിടെ ഇരുന്ന് ഇങ്ങനെ അത് കണ്ട് ഒരു അച്ഛൻ്റെ പെർസ്പെക്റ്റീവിൽ ഒരു അമ്മയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് കരയുന്നത് കണ്ടു. ഈ കമലതലത്തിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഈ അടുത്ത് ഞാൻ സിബി മലയിൽ സാറിനെ കാണുമ്പോൾ സുമുഹൂർത്തമായ സ്വസ്തി എനിക്ക് കുറേ കൂടെ ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. അത് വേണ്ടത്ര രീതിയിൽ ക്ലൈമാക്സ് ഒക്കെ വരുന്നതുകൊണ്ട് എനിക്ക് ആ ഡാൻസ് ഒക്കെ കറക്റ്റായിട്ട് കൊറിയോഗ്രാഫി ചെയ്യാൻ വിചാരിച്ച രീതിയിൽ ഞാൻ ഇന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ആലോചിക്കാറുണ്ട്. അപ്പോൾ ഈ കമലതളം സിനിമ കാണുന്ന സമയത്ത് ഡാൻസ്, മോനിഷ കളിക്കുന്ന ഡാൻസ് കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ വിചാരിച്ചിരുന്നുണ്ടോ ഞാൻ ആ ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ? ഞാൻ അതിലെല്ലാ ഡാൻസസും സ്റ്റേജിൽ പെർഫോം ചെയ്യാറുണ്ട്. എല്ലാ ഡാൻസസും ഒരു സ്റ്റേജിൽ ഇങ്ങനെ കളിക്കുമ്പോൾ രവീന്ദ്രൻ മാഷിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. രവീന്ദ്രൻ മാഷ് പോയ ശേഷം ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു നമ്മുടെ ദർബാർ ഗ്രൗണ്ടിൽ എല്ലാ മലയാളി ആർട്ടിസ്റ്റുകൾ എല്ലാവരോടും ചേർന്നു.
അതിൻ്റെ തുടക്കം സുമുഹൂർത്തമായിരുന്നു. തുടക്കം ഞാനാണ് തുടക്കം കളിച്ചത്. കളിച്ചു കഴിഞ്ഞപ്പോൾ എന്നോട് സിബി സാർ ഇറങ്ങുമ്പോൾ പറഞ്ഞത് അന്ന് കളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇന്ന് പറ്റിയല്ലോ ആശേ എന്ന് പറഞ്ഞിട്ടാണ് സാറ് എന്നെ അനുഗ്രഹിച്ചത്. അതൊരു ഭയങ്കര സന്തോഷമാണ്. സാർ അത് പറഞ്ഞാണ് ഇറങ്ങിയത്. അന്ന് സിനിമയിൽ ആശയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് അത് ആശ ചെയ്തല്ലോ. അതിലെല്ലാ പാട്ടുകളും, പ്രേമോദാരനായി, സുമുഹൂർത്തമായി, എല്ലാ പാട്ടുകളും ഞാൻ രവീന്ദ്രൻ മാഷിന്റെ എല്ലാ പാട്ടുകളും നൃത്തം ചെയ്യാൻ പറ്റുന്ന പാട്ടുകളാണ്. വരികളിലൂടെ പോകുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയാം, ഈ സീത പറയുന്നത് പലപ്പോഴും അത് ഭയങ്കര ഒരു രാമനെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആത്മനിവേദനം അറിയാതെ എന്തിനൻ മുദ്രാങ്കുലിയം വലിച്ചെറിഞ്ഞു, രാഗചൂടാമണി ചെങ്കോൽ തുരുമ്പിൽ അങ്ങ് എന്തിനു വെറുതെ പതിച്ചു വെച്ചു. ആദ്യകാലത്തിന്റെ ദണ്ടിനെ അവളൊരു തുരുമ്പായിട്ട് മാത്രമാണ് കാണുന്നത്, അവളുടെ അനുരാഗവുമായിട്ട് ചേർത്ത് വെക്കുമ്പോൾ. ഇതിൻ്റെയൊക്കെ ഒരു വ്യാഖ്യാനാർത്ഥം മനസ്സിൽ വരാറുണ്ടോ? സീതയുടെ പെർസ്പെക്റ്റീവിലാണല്ലോ നമ്മളത് കളിക്കുക. അത്തരത്തിൽ തന്നെയാണോ? അത്തരത്തിൽ തന്നെയാണ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഞാൻ രാമായണം, ശ്രീരാമന്റെ ജനനം മുതൽ പട്ടാഭിഷേകം വരെ, ഭാവയാമി രഘുരാമം, MS സുബ്ബലക്ഷ്മി മാം പാടിയിട്ട് എല്ലാവരും കേൾക്കുന്നതായിരിക്കും. സ്വാതി തിരുനാൾ കൃതിയാണ്. അതെപ്പോഴും എൻ്റെ ഗുരു, എൻ്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ളതാണ്, അമ്മ ചിട്ടപ്പെടുത്തിയതാണ്. ഏകദേശം 1 മണിക്കൂർ വരുന്ന രാമായണ നൃത്തശില്പം ഒറ്റയ്ക്ക് കളിക്കുന്ന ഒരാളാണ്. ഇപ്പോഴും ഞാൻ സ്റ്റേജിൽ ഇപ്പോഴും കൂടെ കളിച്ചിരുന്നു. എത്ര സ്റ്റേജ് കളിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയുന്നുണ്ടാവില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഇതുവരെയും കളിക്കുന്ന ഒരു പ്രധാന ഇനങ്ങൾ പെട്ട ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. അതിൽ അമ്മ പഠിപ്പിച്ചത്, അങ്ങനെ കുട്ടിയാകുമ്പോൾ അത് മാത്രമാണല്ലോ നമ്മൾ കളിക്കുക. കുറച്ചുകൂടെ വലുതാകുമ്പം നമ്മളുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലൂടെ നമ്മൾ അഭിനയത്തിലും എല്ലാത്തിലും നമുക്ക് മാറ്റങ്ങൾ നമുക്ക് തനിയെ വരും. ഒരു പ്രൊഫഷണൽ വേയിൽ ചിന്തിക്കുമ്പോഴും ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും അത് കാണുക. ഞാൻ എപ്പോഴും അഗ്നിയിലേക്ക് ചാടുമല്ലോ ലാസ്റ്റ്. ശ്രീരാമൻ പറയും അഗ്നിശുദ്ധി വരുത്തണമെന്ന് പറയുമ്പോൾ അമ്മ പഠിപ്പിച്ചത് അഗ്നിക്ക് ചുറ്റും വലം വെച്ച് പ്രാർത്ഥിച്ച് അഗ്നിയിലേക്ക് ചാടുക എന്നുള്ളതാണ്. സോ ഞാൻ ഓൾവേസ് അത് പ്രാർത്ഥിച്ച ശേഷം ഞാൻ ശ്രീരാമനെ ഒന്ന് നോക്കാറുണ്ട്. നോക്കുന്നത് ഹൗ കുഡ് യു, ഹൗ ഡെയർ എന്നുള്ളതാണ്. സോ ഞാൻ അമ്മോട് പറഞ്ഞത് അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഇത്രയും സ്നേഹിച്ച്, ഇത്രയും പതിവ്രതയായിരുന്ന, അല്ലെങ്കിൽ ഇത്രയും ഒരു പുരുഷൻ എന്ന രീതിയിൽ എല്ലാവരും പറയുന്ന താങ്കൾ എന്നോട് ഇങ്ങനെ പറയുമ്പോൾ എന്നെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചില്ലല്ലോ എന്ന ചിതയിലേക്ക് കാലെടുക്കുമ്പോൾ അത് ഞാനെന്ന സ്ത്രീ നോക്കി പോകുന്നതാണ്. എങ്ങനെയാണ് അങ്ങനെ പറയാൻ പറ്റുന്നതെന്ന്. സോ അതുകൊണ്ട് ആ വരികളുടെയൊക്കെ അർത്ഥം വല്ലാണ്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാറുണ്ട്. അതിൽ തന്നെ അവസാനം പിടയ്ക്കുന്ന പ്രാണൻ വിതുമ്പുന്ന ശോകാന്തരാമായണം. എക്സാക്ട്ലി. അതെ, മയങ്ങുന്ന നിരാശാപശൻ അധർമ്മം നടക്കുന്ന മാർത്താണ്ഡ പുരുഷം രാമശിലായി കറുത്തു കൽപ്പാന്ത വാരിയിലെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ആ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്നെയും ഞാനായി ജ്വലിപ്പിച്ച് നിർത്തിയ ഒരു അഗ്നിയെ പോലും അവിശ്വസിച്ചു കോസല രാജകുമാര എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ട്രോളാണ്. കൈതപ്പുറത്തിന് ഹാറ്റ്സ് ഓഫ്. ശരിക്കും ചിന്താവിഷ്ടയായ സീതയുടെ വേർഷനാണ് സാർ എഴുതിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ അല്ല, മറ്റൊരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള വരികളാണ്, അർത്ഥവത്തായിട്ടുള്ള വരികളാണ്. ഒരു സ്ത്രീക്ക് ചിന്തിക്കുമ്പോൾ വളരെ ശരിയായി തോന്നുന്ന വരികളാണ് അതെല്ലാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദ്യങ്ങളൊക്കെ മറ്റൊരു തരത്തിലുള്ളതായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ നല്ല ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ചോദ്യങ്ങൾ തന്നെയാണ്, അന്നും ഇന്നും നല്ല ചോദ്യങ്ങൾ തന്നെയാണ്. നല്ല ചോദ്യങ്ങളായിരുന്നു. ഇല്ല, നല്ല ചോദ്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ രജനീഷ് ഇന്റർവ്യൂ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവസാനം ട്രോൾ ആണല്ലേ? ഇപ്പോഴും എന്തോ ഒരു ട്രോള് നടക്കുന്നുണ്ടല്ലേ? അന്നത്തെ ഒരു ട്രോൾ ഇപ്പോഴും നടക്കുന്നത് ഖെത്തയുടെ ആയിരുന്നു തോന്നൂല്ലേ? അതെ, ഖെത്തയുടെ പ്രൊമോഷന്റെ ഭാഗമായിരുന്നു. ഈ ആശകളായിരത്തിനകത്ത് ഒരു കമേഴ്സ്യൽ എലമെന്റ് നമ്മൾ കാണുന്നുണ്ട്. എത്രത്തോളമാണ് എക്സ്പെക്ടേഷൻ? എനിക്ക് വളരെയധികം പ്രതീക്ഷയുള്ള ഒരു സിനിമയാണെന്ന് പറയാം. കാര്യം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരുപാട് പേർക്ക്, അല്ലെങ്കിൽ പണ്ടത്തെ കഥാപാത്രം, പണ്ടുള്ളത് അല്ലെങ്കിൽ ഇനി വരുന്നതെന്നൊക്കെ ഒന്ന് പറയുന്ന പോലെയല്ല, ഇപ്പം ഇരിക്കുന്ന എനിക്കും രജനീഷിനും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ തൊടും ഇത് എന്നെയാണോ അല്ലെങ്കിൽ ഞാനാണോ, എനിക്കും ഇല്ലേ അങ്ങനെ ഒരു ആശകൾ ഉണ്ടാവും. എല്ലാവർക്കും ആശകളുണ്ടല്ലോ, ചെറുതും വലുതുമായിട്ടുള്ള. ചിലർക്ക് ചെറുതായിരിക്കാം, ചിലർക്ക് വളരെ വലുതായിരിക്കും. എല്ലാം ഇങ്ങനെ ആ ഒരു ഗ്രാഫ് നമ്മളിലൂടെ ഒക്കെ സഞ്ചരിച്ചു പോകും. അപ്പോൾ അതൊരു എവിടേക്കോ നമ്മളെ തൊടുന്ന ഒരു വലിയ സിനിമയിലുപരി നിങ്ങളെല്ലാവരും ആനന്ദിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കുന്ന, നമ്മളെയൊക്കെ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിനിമയായിരിക്കുന്ന ഒരു തോന്നൽ എന്നിലുണ്ട്. ആദ്യം ചോദിച്ചപ്പോഴും ഇതേ ഉത്തരം തന്നെ പറഞ്ഞു. ഞാൻ രണ്ടാമത് വീണ്ടും ചോദിച്ചപ്പോഴും ഇതേ ഉത്തരം തന്നെ പറഞ്ഞു. ഓക്കെ, സിനിമ പ്രൊമോഷൻസിന് അങ്ങനെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതെ, നമുക്ക് കഥ പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കില്ല. പക്ഷെ ഇതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ ഇതേ വാചകങ്ങളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതാണ് അതിൻ്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ആ സിനിമയുടെ. ബുദ്ധിജീവി വാക്കുകളെല്ലാം ഉണ്ടല്ലേ കയ്യില്. അയ്യോ, ശരിക്കും മലയാളം പറയാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. റേഡിയോയിലത്തെ ജോലി കൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും.
ഈ റേഡിയോ എന്ന് പറയുന്നത് വലിയൊരു ഇറയാണല്ലേ. നമുക്ക് അടുത്ത ഇന്റർവ്യൂവിൽ റേഡിയോ കുറിച്ചുള്ള കൂടുതൽ റേഡിയോ വിശേഷങ്ങൾ എന്ന് വെച്ചാൽ റേഡിയോ എന്ന് പറഞ്ഞാൽ 10 വർഷമായിരുന്നു ഞാൻ ആ കസേരയിലിരുന്നത്. ആ ഒരു ഇഷ്ടം എനിക്ക് ഇപ്പോഴും റേഡിയോയോടുണ്ട്. നല്ല പാട്ടുകൾ കേൾക്കാം. ഒട്ടും സ്ട്രെസ് ഇല്ലാണ്ട് ചെയ്ത ജോലിയായിരുന്നു. ഈ ആശ ശരത്ത് എന്നുള്ള പേര് അവിടെയായിരുന്നു. അതിന് മുമ്പ് ആശാലത ആയിരുന്നു എൻ്റെ പേര്. ആശാലതയായിരുന്നു. അതാ. മറ്റൊരു ആശാലതയുണ്ട്, സിംഗർ ആശാലത. അറിയാം. ആശയായിരുന്നു, ആശയ ഇതേ റേഡിയോയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് ആശ ശരത്ത് എന്ന് ശരത്തേട്ടനെ കൂടെ ചേർത്ത് പ്രേക്ഷകർ അതിനാണ് ശരത്തേട്ടനെ കൂട്ടുപിടിച്ചത്. അയ്യോ അതുകൊണ്ടല്ല, അല്ലെങ്കിൽ പേര് മാറണം അങ്ങനെയൊന്നും ചിന്തിച്ചിരുന്നില്ല. ആശാലതയായിരുന്നു, ആശ ശരത്താക്കണമെന്നൊന്നും ഒരിക്കലും ചിന്തിച്ചിരുന്നേ ഇല്ല. അല്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ഓക്കെ എൻ്റെ ഭർത്താവ് കല്യാണം കഴിഞ്ഞു അതുകൊണ്ട് അതിനോട് സർനെയിം മാറ്റണം അല്ലെങ്കിൽ പേര് മാറ്റണം അങ്ങനെയൊന്നും ഞാനും ആലോചിച്ചിട്ടില്ല. അങ്ങനെയൊന്നും രീതിയിൽ ചിന്തിച്ചിട്ടുമില്ല. ആ കാലത്ത് ശരത്തേട്ടൻ പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഇവിടെ ഈ 2 ആശാലത വന്നപ്പോൾ വലിയ കൺഫ്യൂഷനായിരുന്നു. ശ്രോതാക്കൾക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ആശ വലിയ സിംഗറാണ്. അപ്പോൾ ആശയോട് ഡാൻസ് കളിക്കാനും എന്നോട് പാട്ട് പാടാനും പറയുമായിരുന്നു ആൾക്കാർ. അപ്പോഴാണ് നമ്മൾ പറഞ്ഞത് 2 വ്യക്തികളാണ് എന്നുള്ളത്. ആശ ഇസ് അമേസിങ് റേഡിയോയിലെ അസല അവതാരിക. എന്നെ പോലെയല്ല, എനിക്ക് പഠിച്ച് ഒക്കെ ഒരു ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ്. ആശ എന്നൊക്കെ പറഞ്ഞാൽ ഒരു അതിനു വേണ്ടി ജനിച്ച ആളെ പോലത്തെ ആളായിരുന്നു ആശ. സമയക്കുറവുകൊണ്ട് ഭയാനകവും വർഷവും ഞാൻ വിട്ടുകളഞ്ഞതാ. അത് അടുത്ത പ്രാവശ്യം സംസാരിക്കാൻ നന്ദിയുണ്ട്. താങ്ക് യു, സന്തോഷം. താങ്ക് യു സോ മച്ച്.